മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഈമാനാണ്. അഥവാ അള്ളാഹുവിലും പരലോകത്തിലും അതുപോലുള്ള കാര്യങ്ങളില്ല. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. ما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നല്ല ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കി. എന്താണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല തഅരീഫുകളും ഇബാദത്തിന് ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നൽകിയതുപോലെ هي اسم جامع لكل ما يحبه الله ويرضاه من الأقوال والأعمال والظاهرة والباطن. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന വാക്കും തൃപ്തിപ്പെടുന്ന വാക്കും പ്രവർത്തനങ്ങളും ബാഹ്യമായതും ആന്തരികമായതും എല്ലാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഗായത്തുൽ ഹബ്ബി വ മഅ ഗായത്തുൽ ദുൽ, അല്ലാഹുവിനോടുള്ള അതിയായ ഇഷ്ടവും അതിയായ വിനയത്തോടു കൂടി, അങ്ങനെ ഒരുപാട് തഅരീഫുകൾ ഇബാദത്തിന് കാണാം. എന്നാൽ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും ഇതൊക്കെ ഭാഗമാണ് ഇബാദത്തിന്. അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അഥവാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ഏറ്റവും നല്ലൊരു കാര്യം, ഒരു വ്യാഖ്യാനം എന്നുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക്, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഗൈബിയായിട്ട് എന്ന് പറഞ്ഞു അപ്പുറത്ത് നമുക്ക് നന്മ വരുത്താനോ തിന്മ തടയാനോ സാധിക്കും എന്നുള്ള നിലയ്ക്ക് നാം ചെയ്യുന്ന ആ കർമ്മങ്ങൾ, അതാണ് യഥാർത്ഥ ഇബാദത്താകുന്നത്. ഇബാദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അഥവാ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം, ഇത് ആർക്കാണോ ചെയ്യുന്നത് അവനാണ്, ആ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അയാളാണ് ചെയ്യുന്നവന്റെ ഇലാഹ്. അപ്പൊ അള്ളാഹുവിനാവുമ്പോ അതെന്തായി? അത് തൗഹീദായി. അള്ളാഹു അല്ലാത്തവർക്കാവുമ്പോ അത് ശിർക്കുമായി മാറും. ഇവിടെ നാം ഇത് പറയാനുള്ള കാരണം, ഇബാദത്ത് പറഞ്ഞാൽ അതിന്റെ അസ്ലിയായിട്ടുള്ള അതിന്റെ ആശയം അതാണ്. ബാക്കി അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനോടുള്ള അതിയായ ഇഷ്ടവും അതിയായ കീഴ്വണക്കവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നാം പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഗൈബിലുള്ള ഈമാൻ, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം. അദൃശ്യമായത് എന്നോ അഭൗതികമായത് എന്നോ മലയാളത്തിൽ എന്താണ് അത് ഉപയോഗിക്കാന്ന് വെച്ചാൽ ആ പദത്തിൽ അതിലുള്ള വിശ്വാസം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ എന്നും പഠിച്ചു. വിശുദ്ധ ഖുർആനിന്റെ ആരംഭത്തിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം അല്ലാഹു തആല എഴുതിയത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബായിട്ടുള്ള കാര്യങ്ങളിൽ ഈമാനുള്ള വിശ്വസിക്കുന്ന ആളുകൾ അവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഈമാനാണ്. അഥവാ അള്ളാഹുവിലും പരലോകത്തിലും അതുപോലുള്ള കാര്യങ്ങളില്ല. നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ എന്ന് നാം പഠിക്കുന്ന, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അർക്കാനുൽ ഈമാൻ, ഹദീസ് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി.
6 കാര്യങ്ങൾ. അള്ളാഹുവിലും അതുപോലെ അവന്റെ മലായിക്കത്തുകൾ, അവന്റെ വേദഗ്രന്ഥങ്ങൾ, അവനയച്ച പ്രവാചകന്മാർ, അന്ത്യനാളിൽ, അതുപോലെ ഖദറിലുള്ള വിശ്വാസം. ഇതാണ് ഈമാനിന്റെ അടിസ്ഥാനം. ഗൈബിയായി നാം വിശ്വസിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൽ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതാണ് അസ്ൽ. ഉലമാക്കൾ പറയും അസ്ലും മിനൽ ഉസൂൽ. അതിലേക്കാണ് ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നത്. ആമന റസൂലിൽ പറയുന്നത് പോലെ കുല്ലുൻ ആമന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. ഇതൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ഇതൊക്കെ ചേർക്കപ്പെട്ടത് എങ്ങടാ? അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്കാണ് അതൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഈ 6 കാര്യങ്ങളെ ഒറ്റ വാക്കിൽ വളരെ എളുപ്പത്തിൽ രണ്ട് വാക്കുകളിൽ ഒതുക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ആയത്തുകൾ നാം കാണാം. അതായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം എന്ന് പറയും. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വരും. അൽ ഖദറും ബാക്കിയുള്ള 4 കാര്യങ്ങളും കൂടിയിട്ട് നോക്കും. പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതിൽ ഈമാനിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈമാനിലെ യഖീൻ ആണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാം പറഞ്ഞതുപോലെ അദൃശ്യമായിട്ടുള്ള ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം. അതിന്റെ അടിസ്ഥാനം ഈ 6 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ 6 കാര്യങ്ങളെ രണ്ടെണ്ണമാക്കി പറയുന്നു. അള്ളാഹുവിലും പരലോകത്തിലുള്ള വിശ്വാസം എന്ന നിലയ്ക്ക് ഈ വിശ്വാസത്തിൽ യഖീൻ, ദൃഢതയുണ്ടാവുക എന്നുള്ളതാണ് വളരെ മഹത്തരമായ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ എന്നുള്ളിടത്ത് തന്നെ പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ യഖീനുള്ളവരായിരിക്കും മുഅ്മിനീങ്ങൾ. പരലോകത്തിൽ യഖീൻ, പരലോക വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം ദൃഢതയുള്ളവരായിരിക്കും മുഅ്മിനീങ്ങൾ എന്നുള്ളത്. സഹോദരങ്ങളെ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെ ഈമാനിനെ പരീക്ഷിക്കുന്ന രീതികൾ 2 രീതിയിലാണ്. ഒന്ന് ശുബ്ഹത്തുകളിലൂടെ, 2 ശഹവത്തുകളിലൂടെ. ശുബ്ഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഈമാനിൽ സംശയമുണ്ടാക്കുന്നത് വഴി, അതുവഴി ഉണ്ടാക്കുന്ന ശുബ്ഹത്തുകൾ, നിരീശ്വരവാദപരമായിട്ട്, വിദഅത്പരമായിട്ട്, കുഫ്റുപരമായിട്ട്, അതുപോലെയുള്ള ഓരോ ശുബ്ഹത്തുകൾ. രണ്ടാമത്തേത് ശഹവത്തുകൾ, അതായത് നമ്മുടെ അഅ്മാലുകളെ പൊളിച്ചു കളയുന്ന ശഹവത്തുകൾ ഉണ്ടാവുക, അഥവാ ദേഹേച്ഛകൾ. അത് വ്യഭിചാരമാവട്ടെ, മദ്യപാനമാവട്ടെ, സംഗീതമാവട്ടെ, അങ്ങനെ ഓരോന്നാവട്ടെ. ഈ 2 വഴിയാണ്, പിശാചിന്റെ 2 ആയുധങ്ങളാണ്. അതുപോലെ അല്ലാഹു തആല ദുനിയാവിൽ വെച്ചിട്ടുള്ള ഫിത്നകൾ ഈ 2 രീതിയിലൂടെ ആയിരിക്കും. ഈ 2 രീതികൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ദുനിയാവിലെ ഫിത്നകൾ ഈ 2 നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിനെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടാം എന്ന് നാം അറിഞ്ഞിരിക്കണം. ശുബ്ഹത്തിനെ നേരിടേണ്ടത്, ശുബ്ഹത്ത് സംശയങ്ങൾ, ദീനിലുണ്ടാക്കുന്ന, ഈമാനിലുണ്ടാക്കുന്ന സംശയങ്ങൾ, അതിനെ നേരിടേണ്ടത് ഇൽമിലുള്ള യഖീൻ കൊണ്ടാണ്. അഥവാ നമ്മൾ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അതുപോലുള്ള ദീനീ ഇൽമുകളിൽ യഖീൻ, ദൃഢത കൈവരിക്കുന്നതിലൂടെയാണ്. ഷഹ്വത്തുകളെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ അഅ്മാലുകളിലുള്ള സ്വബർ കൊണ്ടാണ്, നമ്മുടെ കർമ്മങ്ങളിലുള്ള ക്ഷമ കൊണ്ട്. അതാണ് ഷഹ്വത്തിനുള്ള മാർഗം. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ 2 സ്വബറിന്റെയും എല്ലാം അടിസ്ഥാനം നമ്മുടെ ഈമാനിലുള്ള യഖീനാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി പറയുമ്പോൾ വീണ്ടും പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ثم لم يرتابوا, ഒരു ചെറിയ സംശയം പോലും ഇല്ലാതെ, അഥവാ യഖീനുള്ളവരായിരിക്കും, ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും അവർ എന്നുള്ളത്. എന്താണ് യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് യഖീൻ? ഉലമാക്കൾ പറയുന്നു, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, ഈമാനിന്റെ ഒരു ഭാഗം, ഈമാനിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് യഖീൻ എന്ന് പറയുന്നത്. അഹ്ലുൽ തഖ്വയുടെയും അഹ്ലുൽ ഇഹ്സാനിന്റെയും അഥവാ മുത്തഖീങ്ങളുടെയും മുഹ്സിനീങ്ങളുടെയും സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശുബ്ഹത്തിനെയും ശഹ്വത്തിനെയും ഖൽബിൽ നിന്ന് തടയുന്ന, ഒഴിവാക്കുന്ന കാര്യമാണ്. അഥവാ ഹൃദയത്തിൽ ഉറച്ച ബോധം,
അവന്റെ ഇൽമിൽ ഖുർആനിലും സുന്നത്തിലും എന്തൊക്കെ വന്നിട്ടുണ്ടോ അതിൽ ഉറച്ച ദൃഢമായ വിശ്വാസം, അതുവഴി അവന്റെ ഖൽബ് അനുഭവിക്കുന്ന തുമഅനീനത്ത്, ആസ്വാദനം, അതുപോലെ തന്നെ അവന്റെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടും അതുപോലെ ആ ഓരോ കാര്യങ്ങളുടെയും ആ യഖീൻ കൊണ്ട് അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിലേക്ക്, അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് അവൻ നയിക്കപ്പെടുക എന്നുള്ളത്. അവന്റെ ഇഖ്ലാസ് നന്നാക്കാൻ അവൻ കഠിനമായി പരിശ്രമിക്കും. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ. ഈ യഖീൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അതിയായ വിശ്വാസം വർദ്ധിക്കുകയും മറ്റു പല അഅ്മാലുൽ ഖൽബിന്റെ പല അഅ്മാലുകളിലേക്കും നയിക്കുകയും ചെയ്യും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ യഖീൻ ഹുവ തുമഅനീനത്തുൽ ഖൽബ് വഇസ്തിഖ്റാറുൽ ഇൽമി ഫീഹി. യഖീൻ എന്ന് പറഞ്ഞാൽ അത് ഖൽബിന്റെ തുമഅനീനത്താണ്, ഖൽബിന്റെ സമാധാനവും ആസ്വാദനവുമാണ്. അതിലുള്ള ഇൽമിന്റെ ആ സ്ഥിരമായി ഇൽമുണ്ടാവുന്നതാണ്, ഇൽമു കൊണ്ടുണ്ടാവുന്നതാണ്. അതിനെതിരെന്ന് പറഞ്ഞ യഖീന്റെ എതിരെന്ന് പറഞ്ഞാൽ അർറൈബ് വഹുവ നഅ്മുൻ മിനൽ ഹറകത്തി വൽ ഇൽതിറാബ്, സംശയമാണ്. അവന്റെ ഖൽബിൽ എപ്പോഴും ഒരു സംശയം വന്ന് അടുത്ത സംശയം വന്ന് ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് യഖീൻ, ഈമാനിൽ യഖീനിന്റെ സ്ഥാനം എത്രയാണെന്ന് പറയുകയാണ്. അൽ യഖീൻ മിനൽ ഈമാൻ ബിമൻസിലത്തി റൂഹ് മിനൽ ജസദ്. ഒരു ശരീരത്തിൽ റൂഹിന്റെ സ്ഥാനം എന്താണോ അതാണ് യഖീനിന് ഈമാനിലുള്ള സ്ഥാനം. അഥവാ റൂഹില്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ അവസ്ഥ എന്താ? ഒരു ജസദ് എന്താ? അത് മയ്യിത്താണ്. അതുപോലെയാണ് ഈമാനിൽ യഖീനിന്റെ സ്ഥാനം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വബിഹി തഫാവലൽ ആരിഫൂന വഫീഹി തനാഫസൽ മുതനാഫിസൂന വഇലൈഹി ശമ്മറൽ ആമിലൂൻ. അതുകൊണ്ടാണ് ആരിഫീങ്ങൾ അഥവാ അള്ളാഹുവിനെ അറിയുന്ന അസ്മാവ് കൊണ്ടും സിഫത്ത് കൊണ്ടും അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ അവർ പരസ്പരം ശ്രേഷ്ഠരാകുന്നത് ഈ യഖീൻ കൊണ്ടാണ്. അതുപോലെ തന്നെ മുന്നിടുന്നവർ, അള്ളാഹുലേക്കും അഅ്മാലുകളിലേക്കും കർമ്മങ്ങളിലേക്കും മുന്നിടുന്നവർ, അവർ മത്സരിക്കുന്നത് യഖീൻ കൊണ്ടാണ്. അതുപോലെ തന്നെ ആമിലുകൾ അഥവാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ, അവർ മുന്നോട്ട് നയിക്കുന്നത്, അവർ മുന്നോട്ട് പോകുന്നത് ഈ യഖീൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് അഥവാ ഈ ദൃഢത കൈവരിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഓരോ കാര്യത്തെ കുറിച്ചും നമ്മുടെ ഹൃദയം എത്തുന്ന സമാധാനം വളരെ വലുതാണ്. പിന്നെ പ്രാധാന്യം എത്രത്തോളം എന്ന് വെച്ചാൽ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉദ്ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നന്നാസ ലം യുഅതു ഫിദ്ദുനിയ ഖൈറൻ മിനൽ യഖീനി വൽ ആഫിയ ഫസലുഹുമല്ലാഹ്. ജനങ്ങളെ, ദുനിയാവിൽ യഖീനിനേക്കാളും ആഫിയത്തിനേക്കാളും ഖൈറായിട്ട് ഒന്നും തന്നെ ഒരാൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, യഖീനിനെയും ആഫിയത്തിനെയും. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആയുരാരോഗ്യം എന്നുള്ള ആശയത്തിൽ വരുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഫിൽ ഹദീസ്, ഈ ഹദീസിൽ ജമഅ ബൈന ആഫിയത്തി ദീനി വദ്ദുനിയ, ദുനിയാവിലെയും ആഫിയത്തുകളെ ഇതിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വലാ യതിമ്മു സലാഹുൽ അബ്ദി ഫിദ്ദാരൈനി ഇല്ലാ ബിൽ യഖീനി വൽ ആഫിയ. ഈ ദുനിയാവിലും പരലോകത്തും ഒരു അടിമയുടെ സലാഹ് നടക്കുകയില്ല യഖീന് കൊണ്ടും ആഫിയത്ത് കൊണ്ടുമല്ലാതെ. എന്നിട്ട് പറയാണ്, വൽ യഖീൻ യദ്ഫഉ അൻഹു ഉഖൂബാത്തിൽ ആഖിറ. യഖീൻ എന്നുള്ളത് നാളെ പരലോകത്ത് അവന് ബാധിക്കുന്ന ഉഖൂബാത്തുകൾ, ദോഷങ്ങൾ, അപകടങ്ങൾ, അതിനെ തടയുന്നതാണ്. വൽ ആഫിയത്ത് തദ്ഫഉ അൻഹു അംറാദ് ദുനിയ ഫി ഖൽബിഹി വബദനിഹി. ആഫിയത്ത് എന്നുള്ളത് ദുനിയാവിൽ അവന്റെ കൽബിനും ശരീരത്തിനും ബാധിക്കുന്ന അസുഖങ്ങളെയും രോഗങ്ങളെയും തടയുന്നതാണ് എന്നുള്ളത്. ആഫിയത്ത് വളരെ വലിയ വിഷയമാണ്. ആഫിയത്തിന്റെ മഹത്വം വലിയ നിഅമത്താണ് ആഫിയത്ത്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അതില്ലാത്തവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ യഖീനും ആഫിയത്തിനേക്കാൾ ഉത്തമമായിട്ടൊന്നും ദുനിയാവിൽ ഒരാൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതിനെ ചോദിക്കണമെന്ന് പറയുമ്പോൾ നാം എത്ര പേർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അല്ലാഹ് എനിക്ക് എന്റെ ഈമാനിൽ യഖീൻ വേണമെന്ന് ചോദിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് നാം ആലോചിക്കണം. വളരെ മഹത്തരമായ കാര്യമാണ് ദൃഢതയുണ്ടാവുക.
വളരെ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന വലിയൊരു അനുഗ്രഹം. എന്നാൽ മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും അവസ്ഥ എന്താണ്? ഈമാനില്ലാത്ത എന്നാൽ ഈമാനുകളുടെ ആളുകളാണ് വാദിക്കുന്ന മുനാഫിക്കുകളുടെ അവസ്ഥ. അവരുടെ അവസ്ഥ യഖീനിന് നേരെ എതിരായിരിക്കും, എപ്പോഴും സംശയത്തിലായിക്കൊണ്ട്. അല്ലാഹു തആല പറഞ്ഞു വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്, അവരെപ്പോഴും ശക്കിലും സംശയത്തിലുമായിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിന് പിന്മാറുന്ന മുനാഫിക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. നിന്നോട് യുദ്ധത്തിന് വരാൻ അനുവാദം ചോദിക്കുന്നവർ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത സംശയത്തിലുള്ളവരാണ്. അവർ സംശയം കൊണ്ട് പരസ്പരം ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഈമാൻ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നതിനോടുകൂടി ആ നസ്സുകളിൽ ബോധ്യം വരുന്നതിനോടുകൂടി ഒത്തിരി ഈമാൻ ഉണ്ടാവുക. അവർ വിശ്വസിക്കാൻ, നമ്മളൊക്കെ മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരിയിലാണ്, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ആരാണ് യഖീനിന് വേണ്ടി ചോദിച്ച ആള് എന്നറിയും? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം വിവരിച്ചു തരുന്നുണ്ട്. അത് യഖീൻ ഉണ്ടാവാൻ വേണ്ടി, അതുകൊണ്ട് നേടുന്ന തുമഈനത്ത് ആസ്വദിക്കാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, യാ അല്ലാഹ് എനിക്കൊന്ന് കാണിച്ചു തരും, എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവരെങ്കിൽ വീണ്ടും ജീവിപ്പിക്കുന്ന എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ? നിനക്ക് ഈമാൻ ഉണ്ടായിട്ടില്ലേ? നിനക്ക് വിശ്വാസമായിട്ടില്ലേ? അതിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അതിന് അല്ലാഹു തആല ഖാദിറാണെന്നും വിശ്വാസമായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, ബല, എനിക്ക് ഉറപ്പാണ്, എനിക്ക് വിശ്വാസമാണ്, എനിക്ക് ഈമാനുണ്ട്, എനിക്കതിൽ സംശയമില്ല. വലാകിൻ ലിയത്മഇന്ന ഖൽബി, പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല, എനിക്കത് യഖീൻ വേണം. അത് മുഖേന എനിക്ക് ലഭിക്കുന്ന സമാധാനം, എനിക്ക് ആസ്വദിക്കാൻ പറ്റണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുക്കുക. 4 കിളികളെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ അറുത്ത് ഓരോ പർവ്വതങ്ങൾക്ക് മുകളിലായിട്ട് അറുത്ത് കഴിഞ്ഞിട്ട് പർവ്വതത്തിന് മുകളിൽ ചെന്ന് അവരെ തിരിച്ചു വിളിച്ചാൽ അവർ മുന്നിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുക. ഇവിടെ നാം പറഞ്ഞത്, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആ യഖീനിന്റെ ആ മഹത്വം ബോധ്യപ്പെട്ടു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ യഖീൻ നേടിയെടുക്കാനും അത് മുഖേന നമ്മുടെ ഖൽബിൽ സമാധാനം അടയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബിന്റെ മുത്മഇന്നത്ത് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട്, അല്ലാഹുവിന്റെ ഈമാൻ കൊണ്ട്, അതിലുള്ള യഖീൻ കൊണ്ട്. അതുപോലെ സഹോദരങ്ങളെ, യഖീൻ കൊണ്ടുള്ള മഹത്വം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ദീനിന്റെ ഇമാമത്ത്, ദീനിന്റെ നേതൃത്വം അത് ലഭിക്കുന്നത് നാം പറഞ്ഞതുപോലെ ഈ ശുബ്ഹത്തും ശഹവത്തും ഉണ്ടല്ലോ. ശുബ്ഹത്തിനെ യഖീൻ കൊണ്ടും ശഹവത്തിനെ സ്വബ്ർ കൊണ്ടും, ഈ രണ്ടെണ്ണമുള്ളവർക്കാണ് ദീനിന്റെ ഇമാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരിൽ നിന്ന് അഇമ്മത്തുകളെ, അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശനം അനുസരിച്ച് നയിക്കുന്ന ഇമാമുകളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. അതിനുള്ള കാരണം എന്താണ്? അവർ സ്വബർ കാണിച്ചു, അവർക്ക് ഉണ്ടാകുന്ന ശഹവത്തുകളെ അവർ സ്വബർ കാണിച്ചു. അല്ലാഹു തആലയിൽ അവർക്ക് യഖീൻ ഉണ്ടായിരുന്നു, അത് ശുബ്ഹത്തുകളെയും തകർത്തു കളഞ്ഞു. അപ്പൊ നമുക്ക് ദീനിന്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് യഖീൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്ബിർ, നീ ക്ഷമിക്കുക, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വഅദ, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ അത് ഹഖാണ്. വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖിനൂൻ, യഖീൻ ഇല്ലാത്തവർ നിന്നെ തെറ്റിക്കാതിരിക്കട്ടെ, യഖീൻ ഇല്ലാത്തവർ നിന്നെ പിഴപ്പിക്കാതിരിക്കട്ടെ, നിന്നെ സംശയത്തിലാക്കാതിരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക്. അതായത് യഖീൻ കൊണ്ടാണ് സുബ്റും ഉണ്ടാവുക, അതുകൊണ്ടാണ് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ലൗ അന്നൽ യഖീന വഖഅ ഫിൽ ഖൽബി കമാ യൻബഗി, ഒരുത്തന്റെ ഖൽബിൽ യഖീൻ, ദൃഢത അത് ആവശ്യമായ രീതിയിൽ ഉണ്ടായാൽ ലതറത്തുൽ ഖുലൂബ് ഇഷ്തിയാഖൻ ഇലൽ ജന്ന വഖൗഫൻ മിനൻ നാർ, അവന്റെ ഖൽബ് പറന്നു പോകും.
അവന്റെ കൽബ് പറക്കും. എന്ത്? സ്വർഗത്തിനോടുള്ള ഇഷ്ടം കൊണ്ട്, സ്വർഗത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് അവന്റെ കൽബ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ അവന് പറക്കും. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് ഭയപ്പെട്ടിട്ടും അത് അകന്നു പോകുന്നതാണ്. അഥവാ അവൻ ഉറപ്പായിരിക്കും അവന് സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോ, അവന് നരകത്തെ പറ്റി കേൾക്കുമ്പോൾ അത്രത്തോളം ദൃഢത അവൻ കൈവരിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. ഇനി യഖീൻ എന്നുള്ളതിനെ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 മർത്തബകളിലായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. യഖീനിന്റെ മർത്തബകൾ 3 എണ്ണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നത്. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ, രണ്ടാമത്തേത് ഐനുൽ യഖീൻ, മൂന്നാമത്തേത് ഹഖ്ഖുൽ യഖീൻ. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ മുഖേന, ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് മുഖേന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദൃഢതയാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തകാസുറിൽ പറഞ്ഞു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഥാർത്ഥ ഇൽമുൽ യഖീൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള നിലയ്ക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും ഹദീസിലൂടെയും അറിയിച്ച കാര്യങ്ങളിലാണ് നമുക്ക് യഖീൻ ഉണ്ടാകുന്നത്. നമ്മൾ ആ അറിയിപ്പുകളിലൂടെയാണ് വിശ്വസിക്കുന്നത്. അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ദറജ, ഇൽമുൽ യഖീനേക്കാളും മുകളിലുള്ളത് ഐനുൽ യഖീൻ. കണ്ണുകൊണ്ട് കാണുമ്പോൾ, അതായത് ഒരു കാര്യം നമുക്ക് അറിവ് ലഭിക്കുമ്പോൾ ഇൽമുൽ യഖീൻ. ഉദാഹരണത്തിന് ഒരു തീരെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുകയാണ്. തീ ഇങ്ങനെ കരിച്ചു കളയും, ഇങ്ങനെ ഒരു നിറത്തിലാണ് ഉണ്ടാവുക, തൊട്ടാൽ കൊള്ളും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിവ് ലഭിച്ചു. അപ്പൊ എന്താണ്? ഇൽമുൽ യഖീൻ. പിന്നെ ആ തീരെ നേരിട്ട് കാണുക, ആ കാണുമ്പോ ആ കാണുന്ന അവസ്ഥ, അത് പിന്നെ കത്തുന്നത് കണ്ടു, അത് പുകയുന്നുണ്ട്, അങ്ങനെ കണ്ടാൽ അത് ഐനുൽ യഖീനായി. ഐനുൽ യഖീൻ നേരിട്ട് കാണുമ്പോൾ. പരലോകത്തിന്റെ വിഷയത്തിലോ, നാളെ പരലോകത്ത് ആ നരക സ്വർഗങ്ങളെയും മഹ്ശറയെയും അതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم لترونها عين اليقين. ഐനുൽ യഖീൻ കണ്ടുകൊണ്ട് കണ്ടു ദൃഢമാകുന്നത്. സഹോദരങ്ങളെ, ഐനുൽ യഖീൻ നാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ 2 ഇനങ്ങളുണ്ട്. ഒന്ന് നഊൻ ഫിദ് ദുനിയ, നഊൻ ഫിൽ ആഖിറ. പരലോകത്തെ നാളെ സ്വർഗവും നരകവും നമ്മൾ കാണുമ്പോൾ, ദുനിയാവിലുള്ളതോ ഖൽബിന്റെ ബസീറത്ത്, ഖൽബിന്റെ കണ്ണുകൊണ്ട്, ഖൽബിന്റെ ഉൾക്കാഴ്ച കൊണ്ട്, അല്ലാഹു തആല നൽകുന്ന നൂറ് കൊണ്ട് അവന് കാണാൻ സാധിക്കുകയാണ്. അവനെ സംബന്ധിച്ചോളം നരകം കേൾക്കുമ്പോൾ, സ്വർഗം കേൾക്കുമ്പോൾ, പരലോകം കേൾക്കുമ്പോൾ, ഓരോന്ന് കേൾക്കുമ്പോഴും അവന്റെ ഖൽബ് കൊണ്ട്, അവന്റെ ബസീറത്ത് കൊണ്ട് ആ കാര്യങ്ങളെ കാണാനും ആ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ഭയപ്പെടാനും അതിലേക്ക് വേണ്ടി കൂടുതൽ സൽക്കർമ്മങ്ങളിൽ മുന്നിടാനും അവന് സാധിക്കുമെന്നത്. ഇനി മൂന്നാമത്തേത് ഹഖ്ഖുൽ യഖീൻ. ഹഖ്ഖുൽ യഖീൻ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അഥവാ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ കണ്ട ഒരു കാര്യം, അതായത് തീ, ആ തീയിനെ തൊടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആ ചൂടിനെല്ലാം നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, അഥവാ നാളെ നരകത്തിനെയും സ്വർഗത്തിനെയും അവസ്ഥകളിൽ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ സ്വർഗത്തെ ആസ്വദിക്കുമ്പോൾ, മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നഹു ലഹഖുൽ യഖീൻ. തീർച്ചയായിട്ടും അത് ഹഖ്ഖുൽ യഖീനാണ്. സഹോദരങ്ങളെ, ഇവിടെ യഖീനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നു, ഒരുപാട് അറിയുന്നു, ഒരുപാട് ദർസുകൾ കേൾക്കുന്നു. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ആവശ്യം നമുക്ക് ആ യഖീൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെല്ലാം കുറഞ്ഞതിൽ തൃപ്തിപ്പെടുന്ന ആളുകളാണ്. കുറഞ്ഞതിൽ നമുക്കുള്ളതിൽ വെച്ച് തൃപ്തിപ്പെടുന്ന ഒരാളുകൾ. എന്നാൽ നമുക്ക് ഹിമ്മത്തുൽ ആലിയ, ഉന്നതമായ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ചോദിക്കാൻ പറഞ്ഞപ്പോൾ എന്താ ചോദിക്കാൻ പറഞ്ഞത്? ജന്നത്തുൽ ഫിർദൗസ്, സ്വർഗത്തിൽ ഉന്നതമായ അവസ്ഥ, അർശിന് താഴെയുള്ളതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ദുആ കാണാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്നൊരു മുത്തഖീകളെ പെടുത്തണേ എന്നല്ല, മുത്തഖീകൾക്ക് ഇമാമാക്കണേ എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ചിന്തകളും ദീനിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്താനായിരിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്ന അവസ്ഥ അല്ല നമ്മുടെ കൽവിലാഗ്രഹം. അള്ളാഹുവിലേക്കുള്ള ഈ യാത്രയിൽ എത്താൻ കഴിയുന്നവർ പല അവസ്ഥയിലായിരിക്കും. ചില ആളുകൾക്ക് മുന്നിട്ട് എത്താൻ കഴിയും, ചില ആളുകൾ മെല്ലെയുള്ളൂ. പക്ഷെ അതല്ല വിഷയം, നമ്മുടെ ആഗ്രഹം അതായിരിക്കണം എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദിന്റെ ശർഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുകളെ പറ്റി പറയുന്നിടത്ത് 2 ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖലീലായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്,
ഈ രണ്ടാള് മാത്രമാണ് അതിലെന്നല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാളുകളെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു ഖലീലായിട്ട് വേറെ ആളുകളെയും തെരഞ്ഞെടുത്തേക്കാം. എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചുകൂടാ? നമുക്ക് മനസ്സിൽ ഒരു നിയ്യത്ത് വെച്ചുകൂടാ? അള്ളാഹുവിനോട് തേടിക്കൂടാ? നമ്മൾ എന്താഗ്രഹിക്കുമ്പോൾ ഹിമ്മത്തുൽ ആലിയ, ഏറ്റവും ഉന്നതമായ ലക്ഷ്യങ്ങൾ വെച്ചാൽ ഒരു അല്പമെങ്കിലും അതിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. എത്തിയോ ഇല്ലയോ അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെ ഖൽബിൽ അതിനോടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇവിടെ ഈ യഖീൻ, നമുക്ക് ദുനിയാവിൽ നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ യഖീൻ ഐനുൽ യഖീൻ ബിൽ ഖൽബ്, ഖൽബ് കൊണ്ടുണ്ടാകുന്ന ഐനുൽ യഖീൻ. അത് നമുക്ക് നേടാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നിയ്യത്ത് നമുക്ക് വേണം. അതിന് എന്താണ് മാർഗം എന്ന് നമുക്ക് തരണം. ഈ യഖീൻ നേടിയെടുക്കാൻ, ഈമാനിലെ ദൃഢത നേടിയെടുക്കാൻ സഹോദരങ്ങളെ വലിയ അപകടമാണ്. നമ്മൾ പലപ്പോഴും നമുക്കറിയില്ല, കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ബാത്തിലിന്റെ ആളുകൾ എല്ലാ തരത്തിലും ശുഭഹത്ത് കൊണ്ടും ഷഹ്വത്ത് കൊണ്ടും ബാത്തിലുകളെ പ്രചരിപ്പിക്കുമ്പോ, ബാത്തിലുകളിൽ മയങ്ങിപ്പോകുമ്പോ, ദുനിയാവിൽ തലച്ചോറുകൾ പണയം വെച്ച് പോകുമ്പോ നമ്മൾ അറിയുന്നില്ല നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചിന്തകളിലെ മാറ്റങ്ങൾ. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ചു കാലം ദുനിയാവിൽ മാറി നിന്നിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരണം. അപ്പോഴേ നമുക്ക് ദീനിലും ദുനിയാവിലും വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ആളുകൾ ദീനിനെ കുറിച്ച്, ദീനിന്റെ വെറും ചെറിയ അംശത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. കാരണം വരുന്ന കാലത്ത് വരുന്ന ഒരുപാട് പരീക്ഷണങ്ങളിൽ നേരിട്ട് മുന്നേറാൻ, അത് മനസ്സിലാക്കാൻ ദജ്ജാൽ, ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാൽ വരുമ്പോ ആ ദജ്ജാൽ കാണിക്കുന്ന സ്വർഗം, ദജ്ജാലിന്റെ സ്വർഗവും ദജ്ജാലിന്റെ നരകവും മുമ്പിൽ നിൽക്കുമ്പോ ദജ്ജാലിന്റെ സ്വർഗത്തിലെ സുഖാനുഭൂതികളിൽ മയങ്ങിപ്പോകാതിരിക്കാൻ, ആ നരകം അതാണ് അപകടമെന്ന് ചെത്തിയടിക്കാൻ ഈ കണ്ണിന്റെ കാഴ്ച മതിയാവൂല. ഖൽബിന്റെ ബസീറത്ത് ഉണ്ടായിരിക്കണം. ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണണം. ദജ്ജാലിന്റെ സ്വർഗം കാണുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ നരകം കാണാൻ പറ്റണം. ദജ്ജാലിന്റെ നരകത്തിൽ അള്ളാഹുവിന്റെ സ്വർഗവും കാണാൻ പറ്റണം. അതിന് ഖൽബിൽ അതിയായ ഈമാനും ശക്തമായ യഖീനും നമ്മൾ നേടിയെടുക്കണം. സാധിക്കും, പറ്റില്ല എന്നല്ല, പറ്റും. നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ നടക്കും. കാരണം സഹോദരൻ, നമ്മളൊക്കെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ എന്തോ തീരെ വിലയില്ലാത്ത ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിനെയും അതുപോലെ അള്ളാഹുവിനെയും ഒക്കെ ചിന്തിക്കുമ്പോ ഈ ഭൂമിയിൽ ഒരാളും ഇല്ല എന്ന് വിചാരിക്കും. ഒരു മനുഷ്യനുമില്ല, നാം ഒഴികെ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും മാത്രം. അപ്പൊ അള്ളാഹുവിന് നമ്മുടെ മേലെ എത്ര ശ്രദ്ധ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ മനസ്സിലാക്കുക, വേറൊരാളില്ലാത്ത ആ രീതിയിൽ നമ്മൾ ഇത് ചിന്തിച്ചു നോക്കും. നമ്മളും അള്ളാഹു തആലയും മാത്രം. അതുപോലെ തന്നെയാണ് അള്ളാഹു നാം ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു തആല നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഖുർആൻ ഇറക്കിയത് എനിക്ക് വേണ്ടിയാണെന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ ഈ യഖീൻ നേടിയെടുക്കാൻ, ഈ യഖീൻ നമുക്കുണ്ടാകാൻ, ആ ഖൽബിന്റെ തുമനീനത്ത് ആസ്വദിക്കാൻ അതിന് എന്താണ് മാർഗങ്ങൾ? പ്രധാനപ്പെട്ട കുറച്ച് മാർഗങ്ങൾ അതിനെ കുറിച്ച് നമ്മൾ പറയാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ തഫക്കുർ ഉണ്ടാകുക. തഫക്കുർ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കുക. സലഫുകൾ പറയുന്ന തഫക്കുർ ദിയാഉൽ ഈമാൻ, ഈമാനിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ തഫക്കുർ. സഹോദരങ്ങളെ, ചിന്തിക്കാതെ നമുക്ക് ദീന് മനസ്സിലാവില്ല. ചിന്തിക്കാതെ അള്ളാഹു യഖീൻ ഉണ്ടാവില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അള്ളാഹുവിനെയോ സ്വർഗത്തെയോ നരകത്തെയോ പരലോകത്തെയോ കാണിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഈമാനും യഖീനും ഉണ്ടാകുന്നത് ചിന്തയിലൂടെയാണ്. ചിന്തിച്ച് ബോധ്യപ്പെടണം. ചിന്തിച്ചാലാണ് ഈമാൻ വളരുള്ളൂ, ഈമാനിന് ശക്തി ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. യഖീനുള്ളവർക്ക് ഈ ഭൂമിയിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. 2 കാര്യങ്ങളാണ് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ വെച്ചത്. അതായത് നമുക്ക് ചിന്തിക്കാൻ, ഒന്ന് നമ്മുടെ ചുറ്റുഭാഗത്ത്, ആകാശത്തിലും ഭൂമിയിലും ഓരോ ചുറ്റുഭാഗം, ഒന്ന് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ. ഈ 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഖിയാമുൽ ലൈലിലും മറ്റും എഴുന്നേൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമായിരുന്നു ആ സൂറത്തുൽ ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ, 190 മുതൽ ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما
وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ലആയാതിൽ ലിഉലിൽ അൽബാബ് ലുബ്ബുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് അത് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് പറയണം അവരുടെ പ്രത്യേകത അല്ലദീന, അവരെങ്ങനെയാണ് യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം, അവർ അല്ലാഹുവിനെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവരുടെ പാർശ്വങ്ങളിലായിക്കൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് അവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തഫക്കുർ ഉണ്ടായിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർ, എന്നിട്ട് ആ ചിന്തിച്ച് ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അവർ പറയും റബ്ബന, ഞങ്ങളുടെ റബ്ബേ മാ ഖലഖ്ത ഹാദാ ബാതില, നീ ഇതിനെ വെറുതെ സൃഷ്ടിച്ചതല്ല, ബാത്തിലായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ എത്ര പരിശുദ്ധൻ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. സഹോദരങ്ങൾ ചിന്തിക്കണം, ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും, ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ചെടികളെ കുറിച്ച്, മരങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കും. ഒരു മാമ്പഴം, ഒരു മാങ്ങ, അതിന് എത്ര ഇനുണ്ട് നമ്മുടെ നാട്ടിൽ? അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ ജീവി ഒരു ഉറുമ്പ്, അത് എത്ര തരണ്ട്? അതുപോലെ മത്സ്യങ്ങൾ, അതിൻ്റെ ഉള്ളിലൊക്കെ അത് ജീവിക്കുന്ന ജീവി. ഇങ്ങനെ ആകാശത്ത് പക്ഷികൾ, അത് പറക്കുന്ന എത്ര തരം പക്ഷികൾ, അങ്ങനെ കാട്ടിൽ എത്ര തരം ചെടികൾ, എന്തൊക്കെ കാര്യങ്ങൾ ദുനിയാവിൽ നമുക്ക് ആലോചിക്കാണ്ട്. ഇത് ഇബാദത്താണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അള്ളാഹു തആല പ്രതിഫലം നൽകുന്ന ചിന്തകളാണ്. നമ്മൾ ആലോചിക്കണം അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. അള്ളാഹു തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നു. വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും സൃഷ്ടികളെയും കുറിച്ച് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാൻ. ദുനിയാവിന്റെയും മറ്റുള്ള ചിന്തകളിൽ നിന്ന് മാറി നിന്ന് കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ചാൽ സഹോദരങ്ങളെ നമ്മുടെ ഈമാനിൽ ഉണ്ടാവുന്ന മാറ്റം വളരെ വലുതാണ്. അള്ളാഹു തആല അവർ ആകാശത്തുനിന്ന് ആ മഴ പെയ്തിട്ട് മരണത്തിന് ശേഷം ആ ഭൂമി വരണ്ടതിന് ശേഷം അതിലേക്ക് മഴ പെയ്ത് അതിന് വീണ്ടും ജീവൻ നൽകുന്നു. അതുപോലെ തന്നെ കാറ്റിനെ അയക്കുന്നത്, ആ കാറ്റ് മുഖേന ആകാശത്ത് മേഘങ്ങൾ വരുന്നത്, അവിടുന്ന് മഴ പെയ്യുന്നത്, അങ്ങനെ ഓരോന്നും അല്ലാഹു തആല പറയല്ല ആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് അത് ദൃഷ്ടാന്തങ്ങളുണ്ട്. സഹോദരങ്ങളെ, യഖീൻ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയാത്തുകളുടെയും മഖ്ലൂഖാത്ത്. അല്ലാഹു തആല യഖീൻ എന്ന് പറഞ്ഞാൽ എന്തിനാ? അല്ലാഹു തആല ഉണ്ട് എന്നുള്ളതില്ല, അല്ലാഹു തആല ഉണ്ട് എന്നുള്ളതിന് ദൃഢത വരിക എന്നുള്ളതാണ്. അത് ഈ ദൃഷ്ടാന്തങ്ങളോട് നമ്മൾ ആലോചിക്കുക തന്നെ വേണം. ആലോചിക്കാത്തവന് ഈമാനിന്റെ ഉന്നതിയിൽ എത്താൻ പറ്റൂല, സാധിക്കില്ല. അവന് ചിന്തിച്ച് ബോധ്യപ്പെടണം. അല്ലാഹു തആല പറഞ്ഞു അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ലോകത്ത് മനുഷ്യന്റെ രക്തത്തില് RBC വന്ന സാധനം, റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയും. അതിന് ന്യൂക്ലിയസ് വന്നിട്ടുണ്ടാവും. ആ ന്യൂക്ലിയസ് ഒരു ജീവിക്കുമില്ല. RBC ന്യൂക്ലിയസ് ഒരു ജീവിക്കുണ്ടാവില്ല. ഒട്ടകത്തിന് മാത്രമേ ലോകത്തുള്ളൂ. ഒട്ടകത്തിന് ഞാൻ വെറുതെ എന്റെ ഓർമ്മയിൽ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു മാത്രം. ഒട്ടകത്തിന് മാത്രമാണ് ജീവികളിൽ RBC ന്യൂക്ലിയസ് ഉള്ള ഒരു ജീവിയായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الارض കൈഫ തുത്ഹത്. ആകാശത്തിലേക്കും പർവ്വതങ്ങളിലേക്കും ഭൂമിയിലേക്കും സഹോദരങ്ങൾ നമ്മൾ നോക്കണം. ഇടയ്ക്കൊക്കെ ആകാശത്തേക്കൊന്ന് നോക്കിയിട്ട് ഇതെങ്ങനെ നിൽക്കുന്നത്, മേഘങ്ങൾ നിൽക്കുന്നത്, അവിടുന്ന് മഴ പെയ്യുമ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ വർദ്ധിക്കുള്ളൂ, നമുക്ക് യഖീൻ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ നല്ലൊരു മനസ്സോട് കൂടി ഇന്ന് ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു വഫീ ഖൽഖികും വമാ യബുത്തു മിൻ ദാബത്തിൻ ആയാത്തുൻ ലിഖൗമി യുഖിനൂൻ, നിങ്ങളുടെ തന്നെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ ഈ ജന്തു ജീവജാലങ്ങളെ വിന്യസിപ്പിച്ചതിലും യഖീനുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത് നോക്കി ഉറ്റാലോചിച്ച് ദൃഷ്ടാന്തം നേടിയെടുക്കുക എന്ന്. അതുപോലെ സഹോദരങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, രാവും പകലും മാറി മാറി വരുന്നതിനെ നമ്മളിതൊന്നും നിസ്സാരമായി കാണരുത്. ഈ ഓരോന്നും നിസ്സാരമായി കാണരുത്. നമ്മൾ ഒഴിഞ്ഞിരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ
നമുക്ക് അള്ളാഹുവിന്റെ കഴിവിനെയും അള്ളാഹുവിനെ സംബന്ധിച്ചും നമുക്കുണ്ടാവുന്ന ദൃഢത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മറ്റു പല മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംശയിക്കുന്നവരോടെന്ന് പറഞ്ഞു. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅ്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കുന്ന മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ കേട്ടോ. നിങ്ങൾ കേട്ടോകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഅന്നാ ഖലഖനാകും മിൻ തുറാബിൻ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫ, പിന്നെ ഒരു ബീജമായിക്കൊണ്ട്. സുമ്മ മിൻ അലഖ, പിന്നെ ഒരു ഭ്രൂണമാക്കി മാറ്റി. സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, പിന്നെ രൂപമുള്ളതോ രൂപമില്ലാത്തതുമായ ഒരു ഇറച്ചി കഷ്ണമായിട്ട് മാറ്റുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ലാഹു തആല എത്രയോ ആയത്തുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണാം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. നാം ഓരോരുത്തരും കഴിഞ്ഞു വന്ന കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു ഭക്ഷണ അവിടുന്ന് തുടങ്ങണം. എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ നമ്മുടെ പിതാവിന്റെ വയറ്റിലേക്ക് എത്തി അതിൽ നിന്ന് വീണ്ടും വേർതിരിച്ചെടുത്ത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ മനിയായിട്ട് വന്ന് അത് ഉമ്മാന്റെ ഗർഭപാത്രത്തിലെത്തി അവിടുന്ന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അത് രൂപം മാറുന്ന അവസ്ഥ. മനുഷ്യന് അവനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയാവും, അവനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയാവും. എല്ലാ കുഫറിന്റെയും എല്ലാ നിരീശ്വരവാദത്തിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, കിബിറാണ്. അവനെ സ്വന്തത്തിനുള്ള കിബിറാണ്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് ചിന്തിച്ചാൽ മതി, അവന് ബോധ്യപ്പെടും. ശൈത്താൻ, ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിഷേധിക്കാൻ കാരണം താൻ പോന്നവനാണ്, താൻ മതിയായവനാണ് എന്നുള്ള കിബിറാണ്, താൻ അവനേക്കാളും നല്ലവനാണ് എന്നുള്ള കിബിറാണ്, ഉന്നതനാണ് എന്നുള്ള കിബിറാണ്. സഹോദരങ്ങൾ, ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അല്ലാഹു തആല ചെയ്യരുത്, നിരോധിച്ച ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയം അല്ലാഹു തആല കൽപ്പിച്ചത് ചെയ്യാതിരിക്കലാണ്. അഥവാ അല്ലാഹു തആല ഒരു കാര്യം നിരോധിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് നിരോധിച്ചു, അതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവം അല്ലാഹു തആല കൽപ്പിച്ചത് ചെയ്യാതിരിക്കലാണ്. കൽപ്പിച്ചത് ചെയ്യാതിരിക്കൽ ധിക്കാരമാണ്. മറ്റേത് പല കാരണങ്ങൾ കൊണ്ട് അവൻ ചെയ്തു പോകാം. ഉദാഹരണത്തിന് ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസിനോട് അല്ലാഹു തആല കൽപ്പിച്ച കാര്യം ചെയ്തില്ല, അത് ധിക്കാരമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ അത് ചെയ്തു പോയി. അല്ലാഹു തആല പുറത്തു കൊടുത്തു. അല്ലാഹു തആല അതിന്റെ മാനസികാവസ്ഥ ഉണ്ടാക്കി. പക്ഷെ ഇബ്ലീസിന് പുറത്ത് ഒരു പശ്ചാത്തലിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിട്ടില്ല. ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് തെളിവുകൾ കൊണ്ട് അതങ്ങനെയാണ്. അതായത് നിസ്കാരം ഒഴിവാക്കുന്നത് ഏതിനേക്കാൾ ഗൗരവമാണ്? മദ്യപിക്കുന്നതോ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അല്ലാഹു തആല കൽപ്പിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുക. അതിന് ഗൗരവം കുറവാണ് എന്നല്ല, അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവം അള്ളാഹു കൽപ്പിച്ച് ധിക്കരിക്കാൻ. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മറക്കാനും എല്ലാം കാരണമുണ്ടാകുന്ന ഒരു കാര്യം പരലോകത്തെ കുറിച്ച് ഓർമ്മയില്ലായിരിക്കുക, പരലോകത്തെ കുറിച്ച് വിശ്വാസം ശക്തമല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു തആല പറയുന്നത് പരലോകത്തിന് സംശയമാണെങ്കിൽ നിങ്ങൾ കേട്ടോളി, നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ എവിടുന്ന സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത്, എങ്ങനെ നിങ്ങൾ ഉണ്ടായത്. ആ വെള്ളത്തുള്ളിയിൽ നിന്ന് ഓരോ ബീജവും ഭ്രൂണവുമായിട്ട് ഇറച്ചി കഷ്ണമായിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നിട്ട് എന്നിട്ട് അല്ലാഹു തആല വലിയുബയ്യിനലക്കും, നിങ്ങൾക്ക് നാം വിശദീകരിച്ചു തരാം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാം ഉദ്ദേശിച്ച അളവ് അല്ലാഹു തആലയാണ് തീരുമാനിക്കുക എത്ര കാലം അവിടെ ഉണ്ടാവണം എന്നുള്ളത്. ആ കാലം നാം അവിടെ വെക്കണം. സുമ്മ നുഖ്രിജുകും തിഫ്ല, പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പുറത്ത് കൊണ്ടുവരികയാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല ഇത് പുറത്തങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഒരു കുട്ടിയായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ നല്ല ഓരോ ഘട്ടത്തിൽ അല്ലാഹു തആല പറയാണ് വളർന്ന് വന്നിട്ട് നിങ്ങൾക്ക് ആരോഗ്യമുള്ള അവസ്ഥയിലെത്തും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം ആകാശഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് നാം ആലോചിക്കണം. നമ്മുടെ അവസ്ഥയെ കുറിച്ച് അല്ലാഹു തആല പറയാണ് അങ്ങനെ ആരോഗ്യമുള്ളവനാക്കി നിങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വമിൻകും മൻ യതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. നിങ്ങൾ ചില ആളുകൾ നേരത്തെ മരണപ്പെട്ടു പോകും, നേരത്തെ ആ ആരോഗ്യമുള്ള സമയത്ത് മരണപ്പെട്ടു പോകുന്നു. എന്നാൽ ചില ആളുകൾ
അവർക്ക് എൽമുണ്ടായതിനു ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിൽ വൃദ്ധന്മാരായിട്ട് വലിയ അറിവുള്ള ആളുകളായിരിക്കും, വലിയ ചിന്തകാരന്മാരായിരിക്കും, പക്ഷേ സ്വന്തം പേര് പോലും അറിയാത്ത പിച്ചും പെയ്യും പറയുന്ന അവസ്ഥയായിട്ട് വാർദ്ധക്യത്തിലെത്തിയിട്ട് ആ അവസ്ഥയിലെത്തുന്നു. എന്നിട്ട് അള്ളാഹു തആല തൊട്ടടുത്ത് പറയുന്നുണ്ടല്ലോ, അതേ ആയത്തിൽ അള്ളാഹു തആല പറയാണ് വതറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹാ അൽമാ ഇഹ്തസ്സത് വറബത് വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയെ കാണുന്നുണ്ട്, വറ്റി വരണ്ടതായിട്ട് ഉണങ്ങി പാറക്കല്ല് പോലെ കട്ടിയായിരിക്കുന്ന ഭൂമി. അവിടെ നാം മഴയെ വർഷിപ്പിക്കുന്നു. ആ മഴ വർഷിച്ചതിന് ശേഷം അത് നനയുകയും കുളിരുകയും അതിൽ നിന്ന് പച്ചക്കതിരുകൾ വീണ്ടും ഉണ്ടാകുന്നതിൽ കാണുന്നില്ലേ? എത്ര തരം കായ്കനികൾ പിന്നീട് ഉണ്ടാവുന്നില്ലേ? അല്ലാഹു തആല പറയാണ് ذلك بأن الله هو الحق. കാരണം അല്ലാഹു തആല ഹഖാണ്, അല്ലാഹു തആല ഹഖാണ്. വഅന്നഹു യുഹ്യി അൽ-മൗത, പരലോകവും ഹഖാണ്. മരിച്ചവരെ അല്ലാഹു തആല ഉയർത്തുന്നത്. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും അല്ലാഹു തആല കഴിവുള്ളവനാണ്, എല്ലാ കാര്യത്തിലും. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം ഇവിടെ എന്താ വന്നത്? ഈമാൻ കാര്യം മൊത്തം വന്നിരിക്കുന്നത്. ഈമാൻ കാര്യത്തിൽ മൊത്തം വിശ്വസിക്കാൻ ഒരു മനുഷ്യന് അവന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ആലോചിച്ചാൽ മതി. അവൻ ജനിക്കുന്നതും വളരുന്നതും ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. സ്വാഭാവികമായിട്ടും പരലോകത്തിലും അല്ലാഹുവിലും അതിലൂടെ അവന് യഖീനുണ്ടാകും. അതിനേക്കാൾ അപ്പുറമാണ് ആകാശലോകം, അതിനേക്കാൾ അപ്പുറമാണ് ആകാശലോകം. നമുക്കറിയാം, നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന, നമ്മൾ വെറുതെ സഹോദരങ്ങളെ രാത്രികളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്ക്, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്ക്, ആ അത്ഭുതങ്ങളെ ഒന്ന് നോക്കി ചിന്തിക്കാൻ ഒരു അല്പസമയം കണ്ടെത്തുക. അല്ലാഹു തആല പറഞ്ഞു ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബർ മിൻ ഖൽഖിൻ നാസ്. ആകാശഭൂമികളെ സൃഷ്ടിപ്പ് ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞാല് മനുഷ്യൻ കണ്ടുപിടിച്ച സൗരയൂഥത്തിന്റെയും ഗ്രഹങ്ങളുടെയും ഇടയിൽ ഒന്നുമല്ല. അതിൽ ജനങ്ങൾ കുറച്ച് ആളുകൾ. അല്ലാഹു തആല ആകാശഭൂമികൾ അതിലും വലുതാണ്, അതിന്റെ സൃഷ്ടിപ്പ് അതിലും വലുതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല റസൂലുഹും ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആനെയും അല്ലാഹുവിന്റെ ദീനൊക്കെ ഹഖാന്ന് മനസ്സിലാക്കാൻ തക്ക വിധം അവന്റെ ചുറ്റുപാടും അവരിൽ തന്നെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ഈമാനിൽ യഖീൻ ഉണ്ടാവാൻ, നമുക്ക് ഈമാനിൽ യഖീൻ നേടാം. ഒന്നാമത്തെ കാര്യം തഫക്കുറാണ്. തഫക്കുർ, ആലോചിക്കുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ, അതിലൂടെ നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ റബ്ബിനെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ മാത്രം. അല്ലാഹു തആല അതാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിലൂടെ മാത്രമല്ല, ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, നമുക്ക് ഈമാനിൽ യഖീൻ ഉണ്ടാക്കിയെടുക്കാനുള്ള രണ്ടാമത്തെ വിഷയം ഖിറാഅത്തുൽ ഖുർആൻ ബിതദബ്ബുർ. ഖുർആൻ തദബ്ബുറോട് കൂടി പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആൻ തദബ്ബുറോട് കൂടി പാരായണം ചെയ്യുക. സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്. ആ വിശ്വാസത്തിന് വളരെ മഹത്വമുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം അല്ലാഹുവിന്റെ സംസാരമാണത്, അല്ലാഹുവിന്റെ സംസാരം. അത് നമ്മുടെ ഖൽബിലേക്ക് എത്തിക്കുന്ന സമാധാനവും സന്തോഷവും. ഖുർആന്റെ റൂഹുണ്ട്. റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഹുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന വലിയൊരു ആസ്വാദനം ഖുർആനിലുണ്ട്. ആ ഖുർആനിനെ തദബ്ബുറോട് കൂടി, തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കുക എന്നുള്ള ആശയത്തിൽ തന്നെ, ആ ഖുർആനിന്റെ ആയാത്തുകൾ ഉറ്റാലോചിക്കാൻ നമുക്ക് തയ്യാറാണ്. വെറുതെ ഖുർആൻ ഓതി തീർക്കുക എന്നതിനപ്പുറത്തേക്ക് തദബ്ബുറോട് കൂടി ഓരോ വചനങ്ങളുടെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എങ്ങനെയത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ കലാം എന്നുള്ളതിന്റെ മഹത്വം എത്രയാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ സിഫത്തായ അള്ളാഹുവിന്റെ കലാം. ഇമാം അഹ്മദ് ബിൻ ഹംബലൊക്കെ ഒരു ഭരണകൂടത്തിനെതിരെയും ബാക്കിയുള്ള പിഴച്ച പണ്ഡിതന്മാർക്കെതിരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോ ചരിത്രം നമുക്ക് കണ്ണീരോടുകൂടി അല്ലാതെ വായിക്കാൻ പറ്റില്ല. കൈകൊട തെറ്റി രക്തം വാർന്നൊലിച്ച് ജയിലിൽ കിടക്കുന്ന ആ അവസ്ഥ എന്തിന്റെ പേരിലാണെന്നറിയോ? അവര് പറഞ്ഞു ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹിന്റെ കലാമല്ല. കലാം എന്ന് പറഞ്ഞാൽ വേറെ കുറെ വിഷയങ്ങളാണ്, അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അഹ്മദ് ബിൻ ഹംബൽ പറ്റില്ല, അത് അള്ളാഹിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയണമെങ്കിൽ അതിൽ ഒരുപാട് ഗൗരവമുണ്ട്, ഒരുപാട് ഗൗരവമുണ്ട്. അത് നമ്മൾ പഠിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പല രീതിയിൽ നമുക്ക് തദബ്ബുർ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ഖുർആനിന്റെ ആയത്തുകൾ, ഖുർആൻ എന്നുള്ള ആ രചന, അതായത്
അള്ളാഹുവിന്റെ കലാം, ആ എഴുത്ത് അഥവാ അറബി ഭാഷയിലുള്ള ആ എഴുത്തിന്റെ അതിന്റെ സാഹിത്യ ഭംഗി കൊണ്ടും അതിന്റെ രീതി കൊണ്ടും തന്നെ ഖുർആൻ ഒരു ദൃഷ്ടാന്തമാണ്. അതിൽ തന്നെ തദബ്ബുർ ഉണ്ടാവും. അറബി ഭാഷ അറിയുന്നവർക്കും ഖുർആനിന്റെ ശൈലി അറിയുന്നവർക്കും അത് തന്നെ മതിയായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. മനുഷ്യരും ജിന്നും പരസ്പരം സഹായികളായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖുർആനെ പോലെ കൊണ്ടുവരാൻ വെച്ചാൽ അവരെ കൊണ്ട് ഇത് സാധിക്കൂല. ഇന്നേ ഒരു 1400 വർഷമായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് തന്നെ സാധിച്ചിട്ടില്ല. കാരണം അത്ര മഹത്തരമാണ് അതിന്റെ രചനയും അതിന്റെ ശൈലിയും അതിന്റെ ഭാഷയും അതിന്റെ രീതിയും എല്ലാം. അത് ആ രീതിയിൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്ന അഖ്ബാറുകൾ, അറിയിച്ചു തരുന്ന കാര്യങ്ങൾ, അതിലൂടെ നമുക്ക് തദബ്ബുർ ഉണ്ടാക്കാം. അതിലൂടെ തദബ്ബുർ ചെയ്തിട്ട് അതിൽ ഉറ്റാലോചിച്ചിട്ട് നമുക്ക് യഖീൻ ഉണ്ടാവും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരും. തുടങ്ങട്ടെ, പ്രവാചകന്മാരുടെ ഓരോ സംഭവങ്ങളും ഓരോ ചരിത്രങ്ങളും എന്തിനാണ്? മുനാഫിക്കുകളും കുഫാറുകളും പറഞ്ഞ പോലെ ഇത് പൂർവികരുടെ ഒരു കഥ എഴുതിയ കഥാപുസ്തകം അങ്ങനെയാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? പൂർവികന്മാരുടെ ചരിത്രങ്ങളെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിലപ്പോൾ തോന്നും വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. റസൂലുള്ള ഭാര്യമാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായത് ഒരു ചെറിയ വിഷയം, ഒരു തേൻ കഴിച്ചിട്ടുണ്ടായ ഒരു ചെറിയ വിഷയം. ഇതിപ്പോ എന്തിനാ ഖുർആനിൽ അള്ളാന്റെ കലാം അള്ളാഹ് സംസാരിക്കേണ്ട ആവശ്യം എന്താ? അതിന്റേതായ ഗൗരവമുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് അതിന്റെ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു സാഹചര്യത്തിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാരുടെ കാര്യം നമുക്ക് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഉലുൽ അസ്മ്, ദൃഢത കൈവരിച്ച, ഇസ്മത്ത് കൈവരിച്ച പ്രവാചകന്മാർ. അല്ലാഹു തആല പറഞ്ഞു, ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നീ ക്ഷമിക്കുക, ഉലുൽ അസ്മിൽപ്പെട്ട ദൃഢത കൈവരിച്ച ഇസ്മത്ത് നേടിയ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ. ആരൊക്കെയാണ് പ്രവാചകന്മാർ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും. നബിമാരിൽ നിന്ന് നാം കരാറ് വാങ്ങിയ സമയം, അത് പിന്നെ കരാറ് വാങ്ങിയപ്പോൾ നബിമാരിൽ നിന്ന് ആരിൽ നിന്നൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്നിൽ നിന്ന്. വമിൻ നൂഹിൽ നിന്ന്, وإبراهيم وموسى وعيسى عيسى بن مريم وأخذنا منهم ميثاقا غليظا. ഈ അഞ്ചാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, ഈ അഞ്ചാളുകളിൽ നിന്ന് മീസാഖൻ ഗലീള, ശക്തമായ കരാറാണ് നാം വാങ്ങിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ ഓരോന്നും ഈ പ്രവാചകന്മാർ ഖുർആനിൽ നിന്നും അതിനപ്പുറത്തേക്ക് ചരിത്രങ്ങളിൽ നിന്നും, സഹിഹായ ചരിത്രങ്ങളിൽ നിന്നും നാം ആലോചിക്കണം. റസൂലുള്ളാഹിന്റെ സീറ, റസൂലുള്ളാഹിന്റെ ജീവിതം, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നാം പഠിക്കുന്ന അഖീദയും നാം പഠിക്കുന്ന അമാലുകളും എങ്ങനെ ജീവിതത്തിൽ അത് കൊണ്ടുവരണമെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ആലോചിച്ചു. പർവ്വതത്തിന് മുകളിൽ കപ്പലുണ്ടാക്കാൻ അല്ലാഹു തആല പറഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാം 300ഓളം വർഷം എടുത്ത് കപ്പലുണ്ടാക്കാൻ. ആളുകൾ ചുറ്റും വന്ന് കളിയാക്കാൻ, നൂഹേ അല്ലെങ്കിലേ ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് ആളുകൾ നിൽക്കണം. മജ്നൂൻ, ഇവിടെ പറയാം, നൂഹേ നിനക്ക് ഭ്രാന്ത് കൂടിയോ? ആ അവസ്ഥയില് ആരെങ്കിലും മലമുകളിൽ ചെന്ന് കപ്പലുണ്ടാക്കൂ, കടലിന്റെ തീരത്തന്നെ കപ്പലുണ്ടാക്കുക, നീ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. എല്ലാവരും കളിയാക്കുമ്പോൾ കുറ്റപ്പെടുത്തി. നൂഹ് നബി അലൈഹി ഇസ്ലാമിലൊന്നുള്ളൂ, അള്ളാഹ് കൽപ്പിച്ചു. ആ പർവ്വതത്തോളം കടലിലെയും ഭൂമിയിലെയും വെള്ളം ഉയരാൻ അള്ളാഹു കഴിവുള്ളവരാണ്. ആ യഹ്യാന്റെ ചരിത്രത്തിൽ നമ്മൾ നേടിയെടുക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു തആല എന്തിനാണ് പഠിപ്പിച്ചിരുന്നത്? നമുക്ക് പഠിപ്പിച്ചിരുന്നത്? തീയിലിട്ട സംഭവം, അതുപോലെ തന്നെ മകനെ അറക്കാൻ പറയുന്ന സംഭവം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ. അത് പാരായണം ചെയ്യുമ്പോ, നമുക്ക് തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുമ്പോ അല്ലാഹു തആലയിൽ നമുക്ക് യഖീൻ വർദ്ധിക്കും. അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം, എന്തുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ആ കടലിന് മുമ്പിൽ അങ്ങനെ പറഞ്ഞു, ഇന്ന മഅയ റബ്ബി എന്ന് പറഞ്ഞു? അവിടെ എന്തുണ്ടായി? അത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോ സൂറത്തുൽ ത്വാഹ, സൂറത്തുൽ ഖസസ്, അത് ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പറ്റണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം, ജീവിതം, ഉയർച്ച, അതെല്ലാം നമുക്ക് ഈ അള്ളാഹുവിന് യഖീൻ ഉണ്ടാക്കുന്ന. അങ്ങനെ ഓരോ സംഭവങ്ങളും അവിടെ നിർത്തണ്ട, ഉലുൽ അസ്മിൽ നിർത്തണ്ട. വേറെയും പ്രവാചകന്മാരുടെ ചരിത്രം എന്തിനു വേണ്ടി അല്ലാഹു തആല നമുക്ക് അറിയിച്ചിരുന്നു?
യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം, സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ഇത് സഹോദരങ്ങളെ അള്ളാഹു തആലയിലുള്ള ഈമാൻ അഥവാ ഗൈബിയായിട്ടുള്ള അള്ളാഹുവിന്റെ കഴിവ് അത് നമുക്ക് ബോധ്യപ്പെടും. അതിനെക്കുറിച്ച് ആലോചിച്ച ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നാവില്ല, 10 വർഷത്തിന് ശേഷം പാരായണം ചെയ്യുമ്പോൾ ബോധ്യപ്പെടുക. അത് നമ്മുടെ തഖ്വയിലെയും അവസ്ഥ അനുസരിച്ച് നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അത് മാത്രമോ, പ്രവാചകന്മാരുടെ മാത്രമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായിട്ടാണ് സ്വഹാബാക്കളുടെ അവസ്ഥ. സ്വഹാബാക്കൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതും ആ അള്ളാഹുവിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസവും നമുക്ക് എന്തിനാ വിവരിച്ചു തരുന്നത്? ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ സൂറത്തുൽ അഹ്സാബിൽ, അഹ്സാബ് യുദ്ധത്തിന്റെ രംഗം. അഹ്സാബ് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബാക്കൾ മുസ്ലിമുകൾ നേരിട്ട വളരെയധികം ബുദ്ധിമുട്ടിയ രംഗം. മദീനയിൽ കരാറിലായിരുന്ന മുനാഫിക്കുകൾ ചതിയിലൂടെ മുശ്രിക്കുകളുമായിട്ട് ഒത്തുചേർന്നു. അതേസമയം പല ഗോത്രങ്ങളും നാടുകളും ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂട്ടി. മദീനയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ ഇരട്ടി കൂടുതൽ ഉണ്ടായിരുന്നു ആ ശത്രുക്കളുടെ സൈന്യം. അതിനു പുറമെ റോമൻ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് മറ്റു പല സഹായങ്ങളും. ഇങ്ങനെ വലിയൊരു കൂട്ടമായിക്കൊണ്ട് മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും എല്ലാം കൊണ്ടും എന്താണ് മുസ്ലിമുകൾക്ക് എന്ത് ചെയ്യണം? അതേ സമയത്ത് ദാരിദ്ര്യം കഷ്ടപ്പാടുമുള്ള ഒരു കാലമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ സമയത്ത് സൽമാൻ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ച് കിടങ്ങ് കുഴിക്കുമ്പോൾ സഹാബാക്കളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വയറ്റിൽ കല്ല് കെട്ടി വെക്കുന്ന വിശപ്പ് സഹിച്ചത് നേരെ നിവർന്നു നിൽക്കാൻ പറ്റാതെ അത്രയധികം കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവർ കിടങ്ങ് കുഴിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് പൊളിക്കുന്ന സമയത്ത് പറഞ്ഞു, അവരുടെ അതിൽ നിന്നുള്ള പ്രകാശത്തിൽ കിസ്റ, കൈസർ, അവിടുത്തെ കൊട്ടാരങ്ങളും അവിടുത്തെ ഖജനാവുകളും നമുക്ക് കീഴടങ്ങുന്നത്, സ്വനആ യമൻ നമുക്ക് കീഴടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്, അല്ലാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് മുസ്ലിമുകൾ വിജയിക്കുന്നുള്ള അവസ്ഥ. അങ്ങനെ ആ ഒരു രംഗം എല്ലാ വശത്തിലൂടെയും ഭയപ്പെടേണ്ട, പേടിക്കേണ്ട രംഗം. അല്ലാഹു തആല അതിനെ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദാ ജാഅത്തിൽ അബ്സാർ. നിങ്ങളുടെ അടുക്കിലേക്ക് അവർ വന്നു, നിങ്ങളുടെ മുകളിൽ നിന്ന്, നിങ്ങളുടെ താഴെയിൽ നിന്ന്, എല്ലാ രീതിയിലും വന്നു. വഇദാ ജാഅത്തിൽ അബ്സാർ, കണ്ണുകൾ തെറ്റിപ്പോയി. സഹാബാക്കൾ കണ്ണുകൾ തെറ്റിപ്പോകുന്ന അവസ്ഥ. വബലഗത്തിൽ ഖുലൂബ്, ഹൃദയം ഖുലൂബുൽ ഹനാജിർ, കൽബ് പേടിച്ചിട്ട് തൊണ്ടക്കുഴിയിലെത്തിയ, പേടി കാരണം തൊണ്ടക്കുഴിയിലെത്തിയ അവസ്ഥ. എന്നിട്ട് പറയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ വെച്ച് പുലർത്തിയ സംഭവം. പേടിച്ചിട്ട് എന്തുണ്ടാവുന്നുള്ള ആ ഒരു അവസ്ഥ അത്രയധികം. അല്ലാഹു തആല പറയാണ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പരീക്ഷിക്കാൻ, പേടിപ്പിച്ച് വിറപ്പിച്ചിട്ട് അല്ലാഹു തആല പരീക്ഷിക്കുകയാണെന്ന് പറയും. അതായത് ശത്രുക്കൾ അങ്ങനെ വന്ന് പേടിച്ചിട്ട് അവസ്ഥ. സഹോദരങ്ങളെ, ഈ ഓരോ കാര്യങ്ങളും അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരുമ്പോ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാല് അതുപോലെ ഈ സംഭവം എനിക്ക് പഠിപ്പിച്ചിരുന്നത് എന്റെ ജീവിതത്തിൽ അതുപോലെ നിലപാടുകൾ എടുക്കാനാണെന്നും അതുപോലെ അള്ള പരീക്ഷിക്കുമെന്നും അതുപോലെ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാട് എടുക്കണമെന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അല്ലാഹു തആല ആ പേടിപ്പിച്ചതിനാണ്. ആ ഈമാനും അവരുടെ കൂട്ടത്തിലുള്ള മുനാഫിക്കുകളെയും അല്ലാഹു തആല എല്ലാ പരീക്ഷണം കൊണ്ടുവരുന്നത് ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് മുനാഫിക്കുകളെ വേർതിരിക്കാനും മുഅ്മിനീങ്ങളെ വേർതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞത് നമ്മുടെ ഖൽബിൽ എത്ര ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാഹു തആല പേടിപ്പിച്ചു. സഹാബാക്കൾ പേടിച്ച് നിൽക്കുന്ന അവസ്ഥ. എന്നിട്ട് അവര് കൂട്ടമായിട്ട് വരുന്ന കാണാൻ. ആര്? ശത്രുക്കൾ കൂട്ടമായിട്ട് മദീനയെ ആക്രമിക്കാൻ വരും. ഇത് കണ്ട സമയത്ത് മുനാഫിക്കുകൾ അവരെ കണ്ടപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലോട് എന്താ പറഞ്ഞത്? പട്ടിണിയും പരിവട്ടും പേടിച്ചിരിക്കണം വെച്ചാൽ കിസ്റാ കൈസർ നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞത്. മുനാഫിക്കുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും ഹുറൂർ, ചതി മഞ്ചനല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈമാൻ നാവ് കൊണ്ട് മാത്രം പറയുന്ന ആളുകൾ അല്ലാഹു തആല അവരെ കൽബിൽ ഒളിച്ചു വെച്ചിട്ടുള്ള അള്ള പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലും പരീക്ഷണത്തിലൂടെ നമ്മുടെ എല്ലാം അല്ലാഹു തആല പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല രണ്ടു കൂട്ടായി. അവിടെ ഉണ്ടായിരുന്ന സഹാബാക്ക് മദീനയിൽ താമസിച്ച് രണ്ട് വിഭാഗമാവുക.
മുനാഫിക്കുകൾ അങ്ങനെ പറഞ്ഞു. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ എന്താ അറിയോ? വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, മുഅ്മിനീങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്ന ശത്രുക്കളെ കാണുമ്പോൾ, ആയുധമേന്തി സൈന്യമേന്തി എല്ലാം വേണ്ടി വരുന്ന ശത്രുക്കളെ കണ്ടപ്പോൾ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹു റസൂൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്, അല്ലാഹു റസൂലും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്. സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹു റസൂൽ സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല സത്യപ്പെടുത്തിയിട്ട് അല്ലാഹു റസൂൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ സത്യമാണ്, ഇതുപോലെയൊക്കെ പരീക്ഷിക്കപ്പെടുമെന്നും ഒക്കെ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്കതിൽ പേടിയില്ല, ഞങ്ങൾക്കതിൽ സംശയമില്ല. അവർ പറഞ്ഞു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു. എന്നിട്ട് അല്ലാഹു പറയാണ് വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ, അതുവഴി ആ കൂട്ടത്തെ കാണുമ്പോൾ അവരെ വർദ്ധിച്ചത് അവരുടെ ഈമാനാണ്, അള്ളാഹുവിലേക്കുള്ള കീഴൊതുങ്ങലാണ്. സഹോദരങ്ങളെ, ഇതാണ് യഖീൻ, അള്ളാഹുവിലുള്ള യഖീൻ. അവിടെ തെളിയിക്കുന്നത് അങ്ങനെയാണ്. ഈ യഖീനിന്റെ ഫലമായിട്ട് അല്ലാഹു തആല സഹാബാക്കൾക്ക് നൽകിയത് എന്താണെന്നറിയോ? അല്ലാഹു തആല പറയാണ് വറദ്ദല്ലാഹു അല്ലദീന കഫറു, അല്ലാഹു തആല കുഫാറുകളെ യുദ്ധം ചെയ്യാൻ വന്ന ആളുകളെ തിരിച്ചയച്ചു. എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന്റെ സൈന്യമായ ശക്തമായ കാറ്റിനെ കുഫാറുകൾക്ക് നേരെ അയച്ചു. ആ കാറ്റ് വഴി അവരിലെ എല്ലാ കൂടാരങ്ങളും തരിപ്പണമായി. അല്ലാഹു തആല അവരുടെ ഹൃദയത്തിലേക്ക് ഭയമിട്ട് കൊടുത്തു. അല്ലാഹു തആല കഴിവുള്ളവരാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന യഖീൻ ഇതിലൂടെ എല്ലാം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലഭിക്കുക? സഹാബാക്കളുടെ ജീവിതത്തിൽ നടന്ന ഈ ഓരോ കാര്യങ്ങൾ അല്ലാഹു തആല കുഫാറുകളെ തിരിച്ചയപ്പിച്ചു. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് യുദ്ധം വേണ്ടാത്ത അവസ്ഥ ഉണ്ടാക്കി. അവരുടെ വാക്ക് കാരണം, അവരുടെ സിദ്ഖ് കാരണം. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹുവിൽ ഉണ്ടാവേണ്ടത് യഖീൻ. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം ഇത് കേൾക്കാനുള്ള കഥയല്ല, ഇത് സഹാബാക്കളെ ഈ സംഭവം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതല്ലാത്ത രീതിയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം എടുക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. അവിടെ സഹാബാക്കൾ അമൽ ചെയ്തു, അവർ കിടന്നു കുളിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അല്ലാഹുവിന് അവർക്കൊരു ലെവലേശം സംശയം ഉണ്ടായിട്ടില്ല, അള്ളാഹുവിന്റെ കയ്യിലൊരു സംശയം ഉണ്ടായിട്ടില്ല, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. മുഅ്മിനീങ്ങൾ നമുക്ക് സിദ്ഖും ഇഖ്ലാസുമുള്ള മുഅ്മിനീങ്ങളാണ് നാമെങ്കിൽ വല്ലാഹി അല്ലാഹു തആല നമ്മോടൊപ്പമുണ്ട്. അള്ളാഹിന്റെ മഅയ്യത്ത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ആവശ്യമുള്ള സമയത്ത് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല നമ്മോടൊപ്പമുണ്ട്, അള്ളാഹിന്റെ സഹായം വന്നെത്തും. പക്ഷേ നമ്മുടെ ഖൽബിലുള്ള സിദ്ഖും ഇഖ്ലാസും അതുപോലെ ഉറച്ചു നിൽക്കണം. അവിടെ നാവിൽ പറയുന്ന അതേ ഈമാൻ ഖൽബിലൂടെ ഉണ്ടാവണം. ഇത് മാത്രമല്ല, ഈ ആയത്തുകളിലൂടെയും ഈ സംഭവങ്ങളെ മാത്രമല്ല ഖുർആനിലെ ശർഈ നിയമങ്ങളിലൂടെ യഖീൻ ഉണ്ടാവും. ഖുർആനിലെ ശർഈ നിയമങ്ങൾ, ഖുർആനിലൂടെ അല്ലാഹു തആല ആദേശിച്ച ദീനിന്റെ നിയമങ്ങൾ, ഇദ്ദ, ത്വലാഖ്, ദൈന്, കടമിടപാടുകൾ നടക്കുമ്പോൾ മീറാത്ത്, അനന്തരാവകാശം, അങ്ങനെ എന്റെ ഹദ്ദുകൾ, ഓരോ കാര്യത്തിലെ ശിക്ഷ, വ്യഭിചാരിക്കുള്ളത്, മദ്യപാനിക്കുള്ളത്, അങ്ങനെ ഓരോ കാര്യത്തിന്റെയും വിധിവിലക്കുകളെ, നിയമങ്ങളെ ദീനിന്റെ ഫിഖ് പഠിക്കുന്നവർ അവർക്ക് അതിലൂടെ ഈമാൻ കണ്ടെത്താൻ സാധിക്കും. കാരണം അത്രയധികം ഉറപ്പാണ് ഒരു മനുഷ്യ ബുദ്ധിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വളരെ വ്യക്തമായ നിയമവ്യവസ്ഥ അല്ലാഹു തആല ഇസ്ലാമിൽ ഒരുക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ഇത്രയധികം കൃത്യമായ നിയമവ്യവസ്ഥ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. ഇത് അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും വരില്ല എന്ന് ഉറക്കാൻ, ആ അല്ലാഹുവിന്റെ യഖീൻ ഉണ്ടാകാൻ അതും നമുക്ക് മതിയായതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ പാരായണം തദബ്ബുറോടുകൂടി ആയിരിക്കണം. അല്ലാഹു തആല പറഞ്ഞു കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു തആല ബറക്കത്ത് നിറഞ്ഞ ഈ ഗ്രന്ഥം അല്ലാഹു തആല ഇറക്കിയത് അതിലെ ഉറ്റാലോചിക്കാൻ, തദബ്ബുർ ഉണ്ടാവാൻ വേണ്ടി, അതുപോലെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലാഹുവിൽ യഖീൻ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യമാണ് മജാലിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടുക എന്നത്, സ്വാലിഹീങ്ങളുമായി സഹവസിക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ആരോടുമായി കൂട്ടുകൂടുന്നു എന്നുള്ളത് നമ്മുടെ ഈമാനിനെ ബാധിക്കും. ദുനിയാവ് മാത്രം ലക്ഷ്യമുള്ള ആളുകളോടൊപ്പം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവോടുള്ള ഹബ്ബുണ്ടാകും, അതിന് സംശയമല്ല. നമ്മൾ എപ്പോഴും നമ്മളെ പരിശോധിക്കുന്ന ആരുമായിട്ടാണെന്ന് അറിയും, നമ്മുടെ ചുറ്റുള്ള ആളുകളുമായിട്ടായിരിക്കും. നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ വെച്ച് ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അപ്പുറത്ത്, നിങ്ങൾ ആരുമായിട്ട് കൂട്ടുവിടുന്ന അറിയും. ഒരു ദിവസം ഒഴിഞ്ഞിരുന്ന് ഒരു ദിവസം ഇരുന്നിട്ട് സഹാബാക്കളുടെ സീറ, പ്രവാചകന്മാരുടെ സീറ, സലഫുകളുടെ സീറ, ആ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ദർസുകൾ ഒഴിഞ്ഞിരുന്ന് കേൾക്കും. ആ സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പഠിക്കുക.
എന്നിട്ട് അവരോടൊപ്പം കൂട്ടുകൂടുക. നമുക്ക് മനസ്സിലാവും നമ്മുടെ വില എത്രത്തോളം ഉണ്ട്, നമ്മുടെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പൊ മനസ്സിലാവും. നമ്മൾ കൂടുന്ന ആളുകളുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല നിലയിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ കൂട്ടുകൂടേണ്ടത് സലഫുകളോട് കൂടി ഇരുന്നോ, അവരുടെ ചരിത്രങ്ങൾ വായിച്ചോ, നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഓരോ സഹാബാക്കളുടെയും ചരിത്രങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാകും. അവര് മനസ്സിലാക്കിയ അള്ളാഹ് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നതും അവര് മനസ്സിലാക്കിയ അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിൽ ഒരുപാട് മാറ്റം വരും. അള്ളാഹുവിന്റെ യഖീൻ ധാരാളമായി വർദ്ധിക്കും. ദുനിയാവിന്റെ ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടരുത്. ദുനിയാവ് ലക്ഷ്യമായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള സംസാരം നമ്മളെ നശിപ്പിക്കും. അള്ളാഹുമായി കൽബ് തഅല്ലുഖായ ഒരുത്തൻ അവൻ വെറുതെ അങ്ങാടി കൂടെ പറഞ്ഞാൽ അവന്റെ മനസ്സിൽ സമാധാനം പോകും. അള്ളാഹുമായിട്ട് കൽബ് തഅല്ലുഖായിട്ടുള്ള ഒരുത്തന് ഒരാവശ്യമില്ലാതെ അനാവശ്യമായിട്ടൊന്ന് ദുനിയാവിന്റെ ദീനത്തുകൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കൽബ് അസ്വസ്ഥാവും. അവര് ദുനിയാവിൽ ലക്ഷ്യം വെച്ച ആളുകളുടെയോ അവരോടൊപ്പം നമ്മൾ കൂടുന്നത് സൂക്ഷിക്കണം. നമ്മുടെ ഈമാൻ അവര് ചോർത്തിയെടുക്കും, സംശയമില്ല. എന്നാൽ യഖീൻ ഇതുപോലെയുള്ള ആള് സ്വാലിഹീങ്ങളുടെ ഇൽമുള്ളവരുടെ ഒപ്പം നമ്മൾ കൂടുക. സ്വാലിഹീങ്ങളൊപ്പം നമ്മുടെ ഒപ്പം ജീവിച്ചിരിക്കുന്നവർ അതിനേക്കാൾ അപ്പുറത്തേക്ക് സഹാബാക്കളുടെയും സലഫുകളുടെയും ചരിത്രങ്ങൾ വായിച്ച് അവരോട് കൂട്ടുകൂടി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും അബൂ തൽഹ റളിയല്ലാഹുവിന്റെയും അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെയും കൂടെ ഇരിക്കുന്ന നമ്മളൊന്ന് ഇരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും നാം എന്താണ്, അവരെന്താണ്. നാം പറഞ്ഞല്ലോ അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് അവർ, അതിലൊരു കുഴപ്പമില്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്നും താഴെയാണ് നിൽക്കേണ്ടത്. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധമുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹുവിലേക്ക് ഏറ്റെടുത്ത് ഞാനായിരിക്കണം. വേറെ ആരെങ്കിലും അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ഒരു ചിന്ത, ആ അള്ളാഹിനെ എനിക്ക് സ്വന്തമാക്കണം, അള്ളാഹിലേക്ക് എനിക്ക് അടുക്കണം, ആ ഒരു ആസ്വാദനം വേണമെന്നുള്ള ലക്ഷ്യം നമ്മൾ ഉണ്ടെങ്കിൽ വബില്ലാഹി തൗഫീഖ്, അതിന് കഷ്ടപ്പെടാൻ, അതിനുള്ള പരിശ്രമിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകും. അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ലാതെ സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ, ഹിമ്മത്തു സുഫ്ലിയ, തരം താഴ്ന്ന ഏറ്റവും താഴ്ന്ന ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് ജീവിക്കുന്നവരാവരുത് നമ്മൾ. തൗഹീദിന്റെ ആളുകൾ, സലഫിയത്തിന്റെ ആളുകൾ, അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അവരേതെങ്കിലും ഒരു പരിധിയിൽ നിൽക്കേണ്ടവരല്ല. എത്തിച്ചേർന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന ഓരോ സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലും അവർ നേടിയെടുത്ത അവർ തഹ്ഖീഖ് ചെയ്ത തൗഹീദ് അതിലേക്ക് എത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിലേക്ക് എത്താൻ ഇങ്ങനെയായിരിക്കണം നാം ഓരോരുത്തരും. അതുകൊണ്ട് മൂന്നാമത് സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടുക എന്നത്. നാലാമത്തേത് അൽ അമലു ബിൽ ഇൽം, വളരെ പ്രധാനമുള്ള കാര്യമാണ്. നമ്മുടെ ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുക എന്നത്. നമുക്ക് എളുപ്പമാണ്, ഒരു ദർശനത്തിൽ പോകാൻ എളുപ്പമാണ്, ഒരു ഖുതുബായിട്ട് കേട്ടോ എളുപ്പമാണ്, അതുപോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ലഭിക്കുന്ന ഇൽമ് അമലാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇൽമ് അമലാക്കിയില്ല എങ്കിൽ നമ്മളെ പരലോകത്ത് എതിരായിരുന്നു. നമ്മൾക്ക് ലഭിക്കുന്ന ഇൽമ് അത് നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സൽസ്വഭാവമാവട്ടെ, അദബുകളാവട്ടെ, അത് നമ്മൾ പരിശോധിക്കും. ഒരു കാര്യം ദർസിൽ കേട്ട് കഴിഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെനിക്ക് വരുത്തണം, ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പരിശ്രമിക്കേണ്ടത്? അത് അമലാക്കാനുള്ള ഹിർസ് നമുക്കുണ്ടാവും. അത് അമലാക്കാനുള്ള താല്പര്യം, മതിയായ താല്പര്യം നമുക്കുണ്ടാവും. ഇനി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അമലാക്കുന്നിടത്ത് വേറൊരുത്തിന് നോക്കും, അവർ രാത്രി നമസ്കരിക്കുന്നുണ്ട്, വേറൊരുത്തിന് നോക്കും സുന്നത്തും കൊടുക്കുന്നുണ്ട്, അതിനൊന്നും പറ്റുന്നില്ല, നിരാശയാവുന്നത്. അതിന്റെ ആവശ്യമില്ല. ഒരു മുഅ്മിൻ നിരാശപ്പെടുക എന്നുള്ളത് ശൈത്താന്റെ കഥക് തുറന്നു കൊടുക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്ക് ഓരോ കഴിവായിരിക്കും. ചില ആളുകൾക്ക് ഉറക്കം ഒഴിച്ച് രാത്രി ഇന്ന് ധാരാളം നമസ്കരിക്കാൻ, എന്നാലും പകലിൽ നല്ല ഉന്മേഷം ഉണ്ടാവും. ചില ആളുകൾക്ക് സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുകയേ ആവുകയില്ല. ചില ആളുകൾക്ക് സ്വതക്കം എടുക്കാൻ, ചില ആളുകൾക്ക് മറ്റു പല കാര്യങ്ങൾ. നമ്മുടെ കഴിവ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് എന്താണ് കഴിയുക എന്നുള്ളത്. എന്നിട്ട് അതായത് ഒരാൾ രാത്രി നമസ്കരിക്കുമ്പോൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നു, മറ്റൊരാൾക്ക് അതിന് കഴിയുന്നില്ല, എന്നാൽ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സഹായിക്കാൻ സാധിക്കുന്നു. രണ്ടുപേരും ഒരേ ദർജയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ സ്ഥാനം ഒരേപോലെ ആയിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? തന്റെ ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ അവനെ സഹായിക്കാൻ ചെല്ലുന്ന. അപ്പൊ ഓരോരുത്തർക്കുള്ള കഴിവുകൾ ഓരോന്നായിരിക്കും. മറ്റുള്ളതെല്ലാം ഏറ്റവും കുറഞ്ഞ രീതിയിലെങ്കിലും ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് കഴിവുള്ളതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ച നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് അല്ലാഹുവിന്റെ കലിമത്ത് ഉയർത്താനുള്ളതാവുക. അതായിരിക്കണം. പിന്നെ ഒരു അമൽ ചെയ്ത് തുടങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, പലർക്കും കാണുന്ന ഒരു അപകടമാണ്, അമൽ ചെയ്യുമ്പോൾ ഒരു ദർശനം എടുക്കും, ഒരു ആവേശം കയറും, എന്നിട്ട് ചെയ്യും, കുറച്ചുകാലം അത് ചെയ്യും, പിന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ അത് ഉണ്ടാവൂല. അങ്ങനെയല്ല. നമ്മൾ എന്ത് അമൽ, രാത്രി നമസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, സുന്നത്തുമാവട്ടെ,
മെല്ലെ മെല്ലെ ശരീരത്തിനെ നമ്മൾ അത് പരിശീലിപ്പിച്ചെടുക്കണം. ആദ്യം കുറഞ്ഞ രീതിയിൽ അത് തുടങ്ങി അതിനൊരു സ്ഥിരത നേടിയെടുക്കുക. സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുക. ഒരാൾക്ക് ഒരു ജ്യൂസ് ഒരു ദിവസം ഓതാണെങ്കിൽ ആദ്യം തീരെ ഓതാത്ത 1 പേജ് ഓതി ശീലിക്കുക. പിന്നെ അത് 2 പേജ് ആക്കുക. പിന്നെ അത് 3 പേജ്. അങ്ങനെ നമ്മൾ ഒരു ജ്യൂസ് എത്താൻ സാധിക്കും. 5 ജ്യൂസ് ഒക്കെ ഓതുന്ന ആളുകളുണ്ട് ഒരു ദിവസത്തിൽ. സാധിക്കും. പക്ഷെ അത് ഒരു ദിവസം ഓതുക പിന്നെ കുറച്ച് അങ്ങനെയല്ല. മെല്ലെ 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 സ്ഥിരത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. അതുകൊണ്ട് അമലുകളിൽ മറ്റുള്ളവരെ നോക്കണ്ട. നമ്മുടെ കയ്യിൽപ്പെട്ടതല്ലാതെ അല്ലാഹു നമ്മളോട് ചോദിക്കൂല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവൻ എന്ത് ചെയ്തു ഇവൻ എന്ത് ചെയ്തത് ബാധകല്ല. നാം പറഞ്ഞത് നമ്മൾ നേടുന്ന ഇൽമ് അമലാക്കിയാൽ നമുക്ക് യഖീൻ വർദ്ധിക്കും. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ നൂറിട്ട് തരും. അമലാക്കിയില്ല എങ്കിൽ യഖീൻ കുറയുമെന്ന് മാത്രമല്ല, ചില സമയത്ത് യഖീൻ തന്നെ ഇല്ലാതാകുന്ന, അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാം. അതുകൊണ്ട് അമലിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇതിൽ നമ്മൾ 5 പറയുന്നത്, 5-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഖീനും ആഫിയത്തും അല്ലാഹുവിനോട് ചോദിക്കണമെന്ന്. അത് ചോദിക്കാൻ നാം ശീലിക്കണം. ഒരു ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വഹാബാക്കളൊക്കെ ഇരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വഹാബാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു അലൈനാ മസായിബ ദുനിയ. ഈ ദുആ ഇനിയുണ്ട്. കുറച്ച് ദൈർഘ്യമുള്ള മനോഹരമായ ഒരു ദുആ. അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക, യാ അല്ലാഹ് നിന്റെ ഭയം, നിന്നെ കുറിച്ചുള്ള ഖശ്യത്ത് അത് വീതിച്ചു നൽകണം. മാ തഹൂലു ബൈനനാ വബൈന മആസിക, പിന്നെ ഞങ്ങളുടെയും ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെയും ഇടയിലായിട്ട് ആ ഖശ്യത്തിനെ വെക്കണം. വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നത, നിന്നോടുള്ള അനുസരണം തരണം സ്വർഗ്ഗം നേടാനുള്ളത്. എന്നിട്ട് പറയാണ്, വമിനൽ യഖീൻ മാ തുഹവ്വിനു അലൈനാ മുസീബാത്തി അലി മസായിബ ദുനിയ, യഖീൻ ഞങ്ങൾക്ക് നൽകണം. എങ്ങനത്തെ യഖീൻ? ദുനിയാവിൽ നമുക്ക് ബാധിക്കുന്ന മുസീബാത്തുകളുടെ എല്ലാം ഒന്നുമല്ലാതാക്കി കളയുന്നു യഖീനെ അല്ലാഹു തആല. ഈ ദുആ നിങ്ങൾ പഠിക്കണം. ഇത് കുറച്ചുകൂടി ഉണ്ട്, നല്ല മനോഹരമായ ഒരു ദുആ. ചിലപ്പോ പിന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്ത ഖുനൂത്തുകളിലൊക്കെ ഗൾഫിലൊക്കെ ഈ ഇമാമുമാർ പോകുന്നതാണ്. വളരെ മനോഹരമായ ഒരു ദുആ. ഇത് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനുണ്ടോ യഖീനെ പറഞ്ഞെങ്ങനെയാണ്? ആ യഖീനെ ഈ ദുനിയാവിന് ബാധിക്കുന്ന മുസീബാത്തുകളെയും മസായിബുകളെയും ഒന്നുമല്ല തുഹവ്വിനു അലൈന, ഞങ്ങൾക്കത് നിസ്സാരമാക്കി കളയുന്ന യഖീൻ, അതായത് അല്ലാഹുവിലും പരലോകത്തിനുള്ള ആ യഖീൻ അല്ലാഹ് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളത്. സഹോദരങ്ങളെ, യഖീൻ നാം പറഞ്ഞല്ലോ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥ. ദൃഢത, ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതത്തെക്കാൾ ഉറപ്പോടുകൂടി ഒരു മുഅ്മിന്റെ ഖൽബ് നിൽക്കുന്ന അവസ്ഥ. ഒരു സംഭവം, സ്വഹാബാക്കൾ എങ്ങനെയാണ് അവർ സ്വർഗത്തെ കേൾക്കുമ്പോൾ നരകത്തെ കേൾക്കുമ്പോൾ അവരുടെ യഖീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ, സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോൾ, നരകത്തെ പറ്റി കേൾക്കുമ്പോൾ, ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഖൽബിന്റെ തഫക്കുർ കൊണ്ടും തദബ്ബുർ കൊണ്ടും ഐനുൽ യഖീൻ, നൗം ഫി ദുനിയ, ദുനിയാവിലെ ഐനുൽ യഖീൻ, അതിനെ നോക്കിക്കാണാൻ നമുക്ക് പറ്റണം. സഹാബാക്കൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എന്ന്. ഒരു സംഭവം, ബദർ യുദ്ധത്തിന്റെ സംഭവം. ബദറിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ ആക്രമിക്കാൻ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഖൂമൂ ഇലാ ജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കാൻ പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അൻസാരിയായ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു, അൻസാരിയ, അദ്ദേഹം ഇത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗം. റസൂലുള്ളാഹിന്റെ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്ക് അവരുടെ ഖൽബില് അത് തറക്കുകയാണ്. അതിന്റെ ആ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഏത് ഹദീസ് സ്വഹീഹായി വന്നത് കേൾക്കുമ്പോൾ ഖബറിലെ ശിക്ഷയാവട്ടെ, സിറാത്ത് ആവട്ടെ, മീസാൻ ആവട്ടെ, ഹൗള് ആവട്ടെ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ടോ അതങ്ങനെ വിശ്വസിക്കുക, അതാണ് ഈമാൻ, അതാണ് യഖീൻ. ഇവിടെ കേട്ടപ്പോ സ്വർഗത്തെ പറ്റി, ആകാശഭൂമികളെല്ലാം വിശാലമായ സ്വർഗം, യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി പറഞ്ഞു, ബഖിൻ 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 എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആഗ്രഹം തൃപ്തി കൊണ്ട് പറയുന്ന. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ,
നീ എന്താ ഈ ബഹിൽ ബഹിൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താ നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പോ ആ സഹാബി പറയാണ്, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅത അൻ അകൂന മിൻ അഹ്ലിഹാ. ഞാൻ ഒന്നുമല്ല അള്ളാഹുവിനെ എനിക്ക് അതിന്റെ ആളാവണമെന്നുള്ള പ്രതീക്ഷവും ഞാൻ പറഞ്ഞു പോയതാണ്. എനിക്ക് ആ ആകാശഭൂമിയുടെ വിശാലമായ സ്വർഗത്തിന്റെ ആളാവണമെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ അതിന്റെ അവകാശികൾപ്പെട്ടതാണ്, അതിന്റെ അവകാശികൾപ്പെട്ടതാണ്. ഇത് സമയത്ത് ബദറിന്റെ രണാങ്കത്തിൽ നിൽക്കും. അങ്ങനെ സ്വഹാബി ഫഖറജ തമറാത്തിൻ മിൻ ഖറനി ഫജഅല യഅകുൽ മിൻഹുന്ന, തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴങ്ങൾ എടുക്കുക, ഈത്തപ്പഴങ്ങൾ. എന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സ്വഹാബി തന്നെത്താൻ പറയുകയാണ്, ലഇൻ അന ഹയീതു ഹത്താ ആകുല തമറാത്തി ഹാദിഹി ഇന്നഹാ ലഹയാത്തുൻ തവീലത്തു. ഈ ഈത്തപ്പഴം കയ്യിലെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ പറയാണ്, ഞാനിപ്പോ ഈ ഈത്തപ്പഴം കഴിക്കണവരെ ജീവിക്കുക പറഞ്ഞാൽ, ഇതുവരെ കാത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ജീവിതം തന്നെ. അത് കുറെ സമയം അതിന് ചെലവാക്കുക. എന്നിട്ട് ആ സഹാബി തന്റെ കയ്യിലുള്ള ഈത്തപ്പഴം അവിടെ ഇട്ടിട്ട് മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങി. കുത്തില, അതിൽ ഷഹീദായി കൊല്ലപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ അവരുടെ ആ വിശ്വാസത്തിന്റെ ശക്തി എത്രയാണ്. നമ്മൾ പാപങ്ങളിൽ മുഴുകുന്നതും നമ്മൾ പാപങ്ങളിൽ നമുക്ക് മാറാൻ പറ്റാത്തതും സഹോദരങ്ങളെ പരലോകത്തിലുള്ള യഖീനിന്റെ കുറവാണ്. സ്വർഗത്തിനെ ആഗ്രഹിക്കാനും നരകത്തിനെ ഭയപ്പെടാനും അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അതുണ്ട് എന്നുള്ളതും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഗൈബിയായിട്ട് നമ്മൾക്ക് യഖീനാവാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ യഖീൻ കുറയുന്ന സമയത്താണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ പാപം ചെയ്യുന്നത് നമുക്ക് പരലോകത്തെ കുറിച്ചുള്ള ഗഫലത്ത് ബാധിക്കുമ്പോ, ആ യഖീൻ നഷ്ടപ്പെടുമ്പോ. അപ്പൊ യഖീൻ നേടിയെടുക്കുമ്പോഴോ നമുക്ക് അതിൽ സൂക്ഷിക്കാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ അമാലുകൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരം അതിന് വഴങ്ങും. ഖൽബിൽ യഖീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ബാത്തിലിന്റെ ആളുകൾ അവരുടെ ദഅവത്ത് നടത്തുന്നു. നിങ്ങൾക്കറിയോ, ഒരാളിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശുഭഹത്തും ഷഹവത്തും അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ചുറ്റും അതാണ്. നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും യൂട്യൂബ് എടുത്താൽ ഒരു സൈഡിൽ ശുഭത്തിന്റെ നിരീക്ഷവാദത്തിന്റെ വാദങ്ങൾ, അല്ലെങ്കിൽ വിദേഹത്തിന്റെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പുറത്തെ ഷഹവത്തിന്റെ നഗ്നരായ സ്ത്രീകളുടെയും സംഗീതത്തിന്റെയും. ഏതൊരാളാണ് സുരക്ഷിതരായിട്ടുള്ളത്? ഈ ബാത്തിലിന്റെ എല്ലാം നടുവിൽ കേവലം ഇസ്ലാമിൽ മാത്രം നിന്നുകൊണ്ട്, അഥവാ ദീനിന്റെ മർത്തബകളിൽ ഇസ്ലാം മാത്രം മതി എന്ന് പറഞ്ഞു നിന്നാ പറ്റുമല്ല. ഈമാനിലേക്കും ഇഹ്സാനിലേക്കും എത്താനുള്ള അമാലുകൾ നമ്മൾ പഠിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്ന അല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ആരാണോ നമ്മുടെ മാർഗത്തിൽ പണിയെടുക്കുന്നത് വെറുതെ കിട്ടൂല. നമുക്ക് നേടുന്ന ഇൽമ് അത് അമലാക്കുന്നതിൽ, അത് ദഅവത്ത് ചെയ്യുന്നതിൽ, ക്ഷമ അവലംബിക്കുന്നതിൽ, ആരാണോ അതിലൊക്കെ ജിഹാദ് ചെയ്യുന്നത്, ശുഭത്തിനോടും ഷഹവത്തിനോടും യഖീൻ കൊണ്ടും സബർ കൊണ്ടും എല്ലാം ചെയ്യുന്നത്, വഇന്ന അല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്നവരുടെ ഒപ്പം അവർക്കാണ് അല്ലാഹുവിന്റെ മഅയ്യത്ത് ആസ്വദിക്കാൻ പറ്റും. അള്ളാന്റെ ഒപ്പം ഉണ്ടെന്ന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിവ് വേണം, അള്ളാഹിനെ യഖീനാണ്. നമ്മൾ പറയും തവക്കുൽ ചെയ്യണം അള്ളാഹില്, അള്ളാഹ് വക്കീലാണെന്നും അള്ളാഹിനെ കുറിച്ച് അറിയാത്തവരെ എന്ത് തവക്കുൽ വേണ്ടത്? അള്ളാഹിന് യഖീനില്ലാത്തവര് തവക്കുൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല സഹോദരങ്ങളെ, പറ്റില്ല. അള്ളാഹു തആല പറഞ്ഞില്ലേ, ഈ സഹാബിയുടെ സംഭവത്തിന് ശേഷം അള്ളാഹു തആല പറഞ്ഞൊരു ആയത്ത് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനും റസൂലും വിശ്വസിക്കുകയും യഖീൻ ഉണ്ടാവുകയും ഒരു സംശയമില്ലാതിരിക്കുകയും അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ അവരാണ് ഉലൈക ഹുമുസ് സാദിഖൂൻ, സിദ്ഖുള്ളവർ. ഖൽബിനകത്ത് പറയുന്ന വാക്കുകൾ സത്യസന്ധമായി ഹൃദയത്തിൽ ഉറച്ചവർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവിലേക്ക് കണ്ടുമുട്ടണം, അതിനുവേണ്ടി ജീവിതത്തിൽ പരിശ്രമിക്കുന്നവരാണ്. അത് നമ്മൾ ധാരാളമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മതിയായി, ഞാൻ തികഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു, അത് ആ ഒരു പ്രതീക്ഷ വേണ്ടാന്നല്ല, ആ ഒരു തികഞ്ഞ അവസ്ഥ, ഇനിക്കൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ. ശൈത്താൻ വലിയ നസീഹത്തുകാരൻ, നമുക്ക് വലിയ നസീഹത്തുമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരും. ശൈത്താൻ നമ്മുടെ ഉറ്റ സുഹൃത്തിനേക്കാൾ വലിയ നസീഹത്താ തോന്നുന്ന രീതിയിൽ നമ്മൾ ഉപദേശിക്കും. പക്ഷെ ശൈത്താന് വളരെ ദൈർഘ്യമേറിയ തന്ത്രങ്ങൾ ഉണ്ടാക്കും. നമ്മളെ വിട്ടു പോകില്ല, നമ്മളോട് ഒരു കാരുണ്യം കാണിക്കില്ല,
നമ്മളെ നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിക്കുന്നത് വരെ അതിനുള്ള പണിയെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ യഖീൻ ഉണ്ടാക്കുകയും അതുവഴി നേടുന്ന അതിന്റെ നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. നാം ഈ പറഞ്ഞുകൊണ്ട് തന്നെ യഖീൻ ഉണ്ടാകുമ്പോൾ ഖൽബിന് തുമനീനത്തുണ്ടാവും. അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് ഖൽബ് നിറയും, അള്ളാഹുവിന്റെ മുഹബ്ബത്ത് കൊണ്ട് നിറയും, ഖൽബിന്റെ അമാലുകളിൽ വർധനവുണ്ടാകും. അതുപോലെ തന്നെ ഖുവ്വത്തു തവക്കുൽ, ഹഖ്ഖു തവക്കുൽ ചെയ്യാൻ പറ്റും. യഖീൻ ഇല്ലാത്തവന് തവക്കുൽ ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെങ്കിൽ അവന് യഖീൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാൻ അവന് എളുപ്പമായിരിക്കും, അതിനുള്ള സഹായമായിരിക്കും. അവന് ഓരോ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്നല്ല, അള്ളാഹുവിന് യഖീൻ ഉണ്ടാവുമ്പോൾ അവന് കൂടുതൽ അതിലേക്ക് മുന്നിടാൻ പറ്റും. അതുപോലെ ഇൻശിറാഹു സദ്ർ, അവന്റെ ഖൽബ് വിശാലമായിരിക്കും. അവന്റെ ഖൽബ് ദുനിയാവിന്റെ വിഷയങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. നാം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആലയിലും പരലോകത്തിലുമുള്ള ഈമാനിൽ യഖീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനീ പറഞ്ഞ കാര്യങ്ങൾ തഫക്കുറും തദബ്ബുറും അഅമാലുകളും സലഫുകളുടെ സീറ പഠിക്കലും അതുപോലെ ഓരോന്നിൽ നമ്മൾ അതിനായി ഒരു സമയം കണ്ടെത്തുകയും അതിന് മുഴുകുകയും ചെയ്യുക. കാരണം ബാത്തിലിന്റെ ആളുകൾ നാം അറിയാതെ നമ്മുടെ ഈമാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ഉന്നതമായ അവസ്ഥയിൽ അത് നേടിയെടുക്കാൻ നാം തയ്യാറാവുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് പൊളിച്ചടക്കാൻ സാധിക്കൂ. വലിയ പരീക്ഷണങ്ങളാണ് എല്ലാ രീതിയിലും മുഅ്മിനീങ്ങൾക്ക് നേരിടാനുള്ളത്. ഏതൊരു ഫിത്നയുടെയും അടിസ്ഥാന ലക്ഷ്യം തൗഹീദുള്ളവരാണ്, മുവഹ്ഹിദുകളാണ്. അതുകൊണ്ട് നാം അതിനുവേണ്ടി തയ്യാറെടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തെരഞ്ഞെടുക്കും. അല്ലാഹു തആല ഇതുപോലെ യഖീനുള്ള അള്ളാഹുവിലേക്ക് ഇഹ്സാൻ ചെയ്യുന്ന ഓരോ ആളുകളെയും അല്ലാഹു തആല ഈ ഉമ്മത്തിൽ തെരഞ്ഞെടുക്കും. ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോ ഈ ബാത്തിലിനെതിരെ, ഈ ശത്രുക്കൾക്കെതിരെ ഈസാ നബി അലൈഹിസ്സലാമിനെ പിന്നിൽ അണിനിരക്കാൻ ഒരു ഉമ്മത്ത് യഥാർത്ഥ അഖീദയിൽ, യഥാർത്ഥ മൻഹജിൽ, അതുപോലെ അമാലുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഉമ്മത്തോട് ഉണ്ടാകും. അല്ലാഹു തആല നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.